കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ചെയർമാന് ഡിമെൻഷ്യ ഇല്ലെന്നുള്ള കാര്യം റോബോ നാംഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് ചെയർമാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഡിമെൻഷ്യ ഉള്ളതുപോലെ അഭിനയിച്ചതെന്ന് കാണിക്കുന്നത്. യഥാർത്ഥ നാംഷനും ബോഡി ഗാർഡിനെ അടിക്കുന്ന കാര്യം മീഡിയയിലൂടെ വരുന്നത് ചെയർമാന് ശ്രദ്ധിക്കുന്നു. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമാകുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. താൻ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അവൻ നശിപ്പിക്കുമെന്നാണ് അയാൾക്കും തോന്നുന്നത്. അവൻ അവിടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തനിക്ക് ഡിമെൻഷ്യ ഉണ്ടെന്ന് പറഞ്ഞ് അയാളും അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാവരും ചെയർമാന് ഡിമെൻഷ്യ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അയാൾക്കറിയണമായിരുന്നു ആരൊക്കെ തന്റെ കൂടെ നിൽക്കുന്നു, ആരൊക്കെ തന്നെ ചതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവരെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോഴാണ് റോബോ നാംഷനും ചെയർമാന് ഡിമെൻഷ്യ ഇല്ല എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത്. ചെയർമാനും ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇക്കാര്യം അറിയാമെന്ന്. അതിനവനും എനിക്കെങ്ങനെ തോന്നി. അയാളും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കറിയണമായിരുന്നു ആരൊക്കെ എന്റെ കൂടെ നിൽക്കണമെന്ന്. ഇക്കാര്യം നിങ്ങൾ രണ്ടുപേരും മറ്റാരോടും പറയരുത്. ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. സോബോങ്ങും ഞങ്ങൾ ഇക്കാര്യം ആരോടും പറയില്ലെന്ന് പറയുന്നു. നീയും പറയരുത് എന്ന് പറയുന്നു. റോബോ നാംഷനും ഞാൻ മറ്റാരോടും ഇക്കാര്യം പറയില്ലെന്ന് പറയുന്നു. അതിന് ചെയർമാനും നിന്നോടല്ല നിന്റെ പുറകിൽ നിൽക്കുന്ന ആളോടാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോഴാണ് അസിസ്റ്റന്റും അവിടെ നിൽക്കുന്നത് കാണിക്കുന്നത്. അയാളും ചെയർമാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. ശേഷം ചെയർമാനും അസിസ്റ്റന്റിനോട് സംസാരിക്കുന്നു. ഞാൻ നിന്നെ ചതിച്ചതുകൊണ്ട് നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് എന്റെ കൂടെയുള്ളവരെ കുറിച്ച് കൂടുതലായി അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. എനിക്ക് സന്തോഷമുണ്ട്. നീ ആ ഡയറക്ടറെ പോലെയല്ല. ശേഷം രാവിലെയാകുമ്പോൾ റോബോ നാംഷനും സോബോങ്ങിനെ ജോഗിങ്ങിന് പോകാനായി വിളിക്കുന്നു. അവരവിടെ നിൽക്കുന്നത് മറഞ്ഞു നിന്ന് ആ കില്ലറും കാണുന്നുണ്ട്. അയാളും കരുതുന്നുണ്ട് ഇയാളുടെ മുന്നിൽ വെച്ചിട്ടാണ് നാംഷനും ആക്സിഡന്റ് പറ്റിയത്. പക്ഷെ ഇപ്പോൾ ഇതാ അവൻ ഓടിച്ചാടി നടക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഇവരും അവിടെ നിൽക്കുന്ന സമയം അവന്റെ ചേച്ചിയുടെ മകനും അങ്ങോട്ടേക്ക് വരുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ടോയ് ഉണ്ടായിരുന്നു. അത് നാംഷന്റെ മുറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ട് അവന്റെ അമ്മയും അവിടേക്ക് വരുന്നു. നിന്നോട് ഈ ടോയ് ഒന്നും എടുത്തു വെക്കരുതെന്നല്ലേ പറഞ്ഞത്. യഥാർത്ഥ നാംഷന് അവന്റെ റൂമിൽ കയറുന്നതോ ഈ ടോയ്സ് ഒക്കെ അവന്റെ റൂമിൽ കയറി എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അവളും മകനോട് മുത്തച്ഛൻ എന്തായാലും ഇപ്പോൾ ഉണർന്നിട്ടുണ്ടാകും, നമുക്ക് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നു. പക്ഷെ അവൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവന് മുത്തച്ഛനെ പേടിയാണ്. പക്ഷെ അവന്റെ അമ്മ അവനെ നിർബന്ധിച്ച് മുത്തച്ഛന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ റോബോട്ട് നോക്കുന്ന സമയമാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരു ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവന് മനസ്സിലാകുന്നത്. ICD എന്ന് പറയുന്ന ഡിവൈസ് അത് ഹാർട്ടിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. റോബോ നാംഷനും അവനും നിന്നെ പോലൊരു സൈബോർഗ് ആണ്. സോബോങ്ങും അവന്റെ ശരീരത്തിലും എന്തെങ്കിലും ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് റോബോ നാംഷനും ആ കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ശേഷം ആ കുട്ടിയും മുത്തശ്ശന് ജ്യൂസ് ഒക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അത് അവന്റെ അമ്മ നിർബന്ധിച്ചിട്ടാണ്. അവനാണെങ്കിൽ മുത്തശ്ശനെ പേടിയും. അങ്ങനെ പേടികൊണ്ട് അവൻ ആ ഗ്ലാസ് നിലത്തിടുന്നു. അവനും പേടിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. അത് കണ്ടിട്ട് അവന്റെ അമ്മയും അവനൊരു നല്ല കുട്ടിയാണ്, അവനത്ര പേടിച്ചോടി പോകുന്നവനൊന്നുമല്ല, അവനോട് കുറച്ച് നന്നായി സംസാരിക്കണം. അതിന് ചെയർമാനും നിന്റെ മകനെ നോക്കാനായി പോകാനായി പറയുന്നു. അവളും മകനെ അന്വേഷിക്കുന്നു. ആ സമയത്ത് റോബോ നാംഷനും അവളുടെ അടുത്ത് വന്ന് ആ കുട്ടി എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിനവളും നിന്റെ റൂമിൽ നിന്ന് ആ ടോയ്സ് എടുത്തതുകൊണ്ട് വഴക്ക് പറയാനാണ് അവനെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവനെയും തിരക്കി പോകുന്നു. ഇവരും അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. ആ കുട്ടിയാണെങ്കിൽ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ശരീരമാകെ വിയർക്കുന്നു. അവൻ വളരെ വീക്ക് ആകുന്നുണ്ട്. അവന്റെ അമ്മയും അവനെ വിളിക്കുന്ന സൗണ്ട് കേട്ട് അവൻ ആ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നു. ആ സമയം സോബോങ്ങും അവനെ കണ്ടുപിടിക്കുന്നു. നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ അമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കും കുട്ടിക്ക് വയ്യാതായ കാര്യം മനസ്സിലായിട്ട് ഇവരക്കാര്യം അറിയാതിരിക്കാനായി ഞാൻ ഇവനെ നോക്കിക്കൊള്ളാം, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. പക്ഷെ കുട്ടിയാണെങ്കിൽ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് അമ്മയോട് പറയുന്നു. അത് കേട്ടിട്ട് സോബോങ്ങും ഞാൻ ആംബുലൻസിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആ കുട്ടിയും ആംബുലൻസ് ഒന്നും വിളിക്കണ്ട, മുത്തശ്ശൻ ഞാൻ വയ്യാതായെന്ന് കണ്ടുപിടിച്ചാൽ എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീഴുന്നു. റോബോ നാംഷനും നോക്കുന്ന സമയം അവന്റെ ശരീരത്തിൽ നിന്നും ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നു. അവളും ആംബുലൻസ് വിളിക്കാനായി ആ ഫോൺ എടുക്കുന്ന സമയം റോബോ നാംഷനും ആ ഫോൺ എടുത്ത് വലിച്ചെറിയുന്നു. അത് കണ്ടിട്ട് അവരും ദേഷ്യപ്പെടുന്നു. ആ സമയം കുട്ടിക്കും ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. റോബോ നാംഷനും അവന്റെ ഹാർട്ടിൽ ICD വെച്ചിട്ടില്ലേ, ആ ICD വർക്ക് ചെയ്യുന്നത് നിന്നുപോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അതിനവളും നിനക്കിത് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു. റോബോ നാംഷനും അവന്റെ ഹാർട്ട് നിലയ്ക്കാതിരിക്കണമെങ്കിൽ അവന്റെ 15 സെന്റിമീറ്റർ അകലത്തിൽ മൊബൈൽ ഫോൺ വെക്കാനേ പാടില്ല. സോബോങ്ങും ആ ടോയ് എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. അവരും മകനെയും എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ആ കുട്ടിയെ കാണാനായി റോബോ നാംഷനും എത്തുന്നു. അവൻ ആ വലിച്ചെറിഞ്ഞ ഫോണ് അവിടെ കൊണ്ടുവെക്കുന്നു. നീ എന്തുകൊണ്ടാ ആംബുലൻസ് വിളിക്കരുതെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അതിനവനും എനിക്ക് അസുഖമുണ്ടെന്ന് മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടില്ല. റോബോ നാംഷനും അവനെ സമാധാനിപ്പിക്കുന്നു. ആ സമയം ആ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ആ വിളിക്കുന്നത് ഡയറക്ടറാണ്. അത് കണ്ടിട്ട് ആ കുട്ടിയും എനിക്ക് പേടിയാണ്, ആ വിളിക്കുന്നയാള് വീണ്ടും എന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുന്നു. അതിന് റോബോ നാംഷനും നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവന് വേണ്ടിയിട്ടുള്ള പണി
ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവനും സന്തോഷമാകുന്നു. ആ സമയം അവന്റെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നീ അച്ഛനോട് ഇവന്റെ കാര്യം പറയാനാണോ പോകുന്നത്? അതിനവനും ഞാൻ എന്തായാലും അത് പറയാനായി പോകുന്നില്ല. അത് പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? അവനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ആ സമയം ഡയറക്ടറും അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചെയർമാന് ഡിമെൻഷ്യ ഉണ്ടെന്ന് തെളിയിക്കാനായി സ്ട്രോങ് ആയി ഒരു എവിഡൻസ് വേണം. അത് തരാനായി പറയുന്നു. അവരും ചെയർമാനെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ വിളിക്കുന്നു. ശേഷം ഡയറക്ടറിനെ കാണാനായി പോകുന്നു. എന്നിട്ട് ഡോക്ടർ എഴുതിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും അയാൾക്ക് കൊടുക്കുന്നു. ശേഷം അവിടെ ഒരു മീറ്റിംഗും വിളിക്കുന്നു. ചെയർമാന് ഡിമെൻഷ്യ ഉള്ള കാര്യം എല്ലാവരെയും അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇയാളുടെ ആൾക്കാരും ഞങ്ങളൊരു റൂമർ കേട്ടു ചെയർമാന് തീരെ വയ്യെന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് ഇക്കാര്യം എല്ലാവരോടും പറയുന്നു. എന്റെ കയ്യില് ഡോക്ടർ എഴുതിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് ഡിമെൻഷ്യ ഉണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാകുന്നു. അദ്ദേഹം ഡിമെൻഷ്യ ഉള്ള കാര്യം നമ്മളോട് പറയാതിരുന്നത് കമ്പനി തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നും അത് ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്ററും നമുക്ക് വാങ്ങിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും റോബോ നാംഷൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയർമാന് ഡിമെൻഷ്യ ഉണ്ടോ എന്നുള്ള കാര്യം അവനോടും ചോദിക്കുന്നുണ്ട്. ആ സമയം അവനും ഒരു പേന എടുത്ത് കാണിക്കുന്നു. അത് കാണുമ്പോൾ ഡയറക്ടറും ഷോക്കാകുന്നു. അപ്പോഴാണ് ചെയർമാന്റെ മകളും ഡോക്ടറിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാൻ വന്ന സമയം ഈ ഒരു പേന കയ്യിൽ വെച്ചിരിക്കുന്നത് അയാളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള റെക്കോർഡിംഗ്സും ഇവൻ എല്ലാവർക്കുമായി കാണിച്ചു കൊടുക്കുന്നു. അതിലിവരും അടുത്തൊരു മീറ്റിംഗ് വിളിക്കണം. ആ മീറ്റിംഗിൽ ചെയർമാന് ഡിമെൻഷ്യ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരോടുമായി പറയണം. അദ്ദേഹത്തെ ചെയർമാന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. ചെയർമാന്റെ മകൾക്ക് ആ പേന കൊടുത്തത് തന്നെ റോബോ നാംഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഡയറക്ടറെ കാണാൻ പോയ സമയം ഇവളും ആ പേന കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. റോബോ നാംഷനും ചെയർമാന് ഡിമെൻഷ്യ ഇല്ല എന്നുള്ള കാര്യം എല്ലാവരോടുമായി പറയുന്നു. അത് കേട്ടിട്ട് ചിലരൊക്കെ ഷോക്ക് ആകുന്നുണ്ട്. അവനും അസിസ്റ്റന്റിനെ വിളിക്കുന്നു. അസിസ്റ്റന്റ് ആണെങ്കിൽ ചെയർമാനെ പരിശോധിക്കുന്ന ഡോക്ടറുമായി അവിടേക്ക് വരുന്നു. ഡോക്ടറും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. മറ്റൊരാളുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് ചെയർമാന്റേതെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തയച്ചത്. ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മെഡിക്കൽ റിപ്പോർട്ട്. ചെയർമാന് ശരിക്കും ഡിമെൻഷ്യ ഒന്നും തന്നെ ഇല്ല. ആ സമയം ചെയർമാനും അവിടേക്ക് വരുന്നു. റോബോ നാംഷനും ആ റെക്കോർഡിംഗ് പെന്നും ചെയർമാന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ പേനയുടെ കാര്യവും ചെയർമാന്റെ മകൾ ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യവും ചെയർമാന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം റോബോ നാംഷൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയർമാനും ഡയറക്ടറെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ശേഷം റോബോട്ടും സോബോങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുന്നു. അതിനവളും ഞാൻ പുറത്തുനിന്ന് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റോബോ നാംഷന്റെ വാച്ചും അവൾ ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് ചാർജ് തീരാറായി എന്നുള്ള കാര്യം അവളും ശ്രദ്ധിക്കുന്നു. അത് കണ്ടിട്ട് അവളും അസിസ്റ്റന്റിനെ വിളിക്കുന്നു. അയാളും റോബോട്ടിന്റെ വാച്ച് കാറിനകത്തുണ്ട്, ഓഫീസിലാണ് കീ ഇരിക്കുന്നത്, എടുത്തുകൊള്ളാനായി പറയുന്നു. അവിടെയും ഇതിനെക്കുറിച്ചുള്ള മീറ്റിംഗ് നടക്കുകയാണ്. ഇതൊക്കെ കണ്ട് യേനയും അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവളുടെ അച്ഛനെ വഴക്കു പറയുന്നത് അവൾക്ക് കേൾക്കാൻ വയ്യ. ആ സമയം ഡയറക്ടറിനും ഒരു നോട്ട് കിട്ടുന്നു. ആ റെക്കോർഡിംഗിൽ നിന്റെ വോയിസ് ഇല്ല എന്നുള്ളതായിരുന്നു ആ നോട്ടിലുള്ളത്. അത് ശരിക്കും ചെയർമാൻ കൊടുത്തയച്ചതായിരുന്നു. അത് കണ്ടിട്ട് ഉടനെ തന്നെ ഡയറക്ടറും അയാളുടെ കൂടെയുള്ള ആളെ വഴക്ക് പറയാനായി തുടങ്ങുന്നു. നിങ്ങൾ കാരണമാണ് ചെയർമാന് ഡിമെൻഷ്യ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഇവിടെ എല്ലാവരോടും പറഞ്ഞത്? മറ്റുള്ളവരും ഡയറക്ടറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇക്കാര്യം ചെയർമാനും മനസ്സിലാകുന്നുണ്ട്. ശേഷം സോബോങ്ങും കാറിൽ നിന്നും റോബോട്ടിന്റെ വാച്ചും എടുത്തു വെക്കുന്നു. റോബോ നാംഷനും ഒരു കാര്യം അവളോട് ചോദിക്കുന്നു. ഇവിടെയുള്ളവരും ഞാൻ റോബോട്ട് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടിച്ചു പൊട്ടിക്കുകയും ഉരുക്കുകയും ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. ഞാനൊരു മെറ്റലാണല്ലോ. ഞാനിപ്പോൾ ആ ഡയറക്ടറിന്റെ മുഖം കണ്ടായിരുന്നു. അയാൾ പറ്റിക്കപ്പെട്ടു എന്ന് കണ്ട സമയത്ത് അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യവും ഉണ്ടായിരുന്നു. ആ ഡയറക്ടറും ചെയർമാനും ഞാൻ റോബോട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടലല്ലേ? അവളും അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്ത് വന്നാലും നിന്നെ ഞാൻ സംരക്ഷിക്കും, ഞാൻ നിന്റെ ബോഡി ഗാർഡല്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയം യേനയും അവിടേക്ക് വരുന്നു. അവളും അവന് വാച്ച് കെട്ടിക്കൊടുക്കുന്ന സമയം അവളും അവിടേക്ക് വന്ന് ആ വാച്ച് എടുത്ത് വലിച്ചെറിയുന്നു. അവളും റോബോ നാംഷനോട് വഴക്കു കൂടുന്നു. നിങ്ങൾക്ക് ചെയർമാൻ ഡിമെൻഷ്യ ഇല്ലെന്നുള്ള കാര്യം അറിയാമായിരുന്നല്ലേ, എന്നോട് എന്തുകൊണ്ടാ പറയാതിരുന്നത്? സോബോങ്ങും ആ വാച്ച് എടുക്കാനായി പോകാനായി നിൽക്കുമ്പോൾ യേനയും അവളെ പിടിച്ചു വെച്ച് നിനക്കും ഇതറിയാമായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് ഒരു കാറ് വരികയും അതിനടിയിൽപ്പെട്ട് ആ വാച്ചും ഇല്ലാതാവുകയും ചെയ്യുന്നു. അത് കണ്ടിട്ട് അവളും ഞാൻ വേഗം തന്നെ മിസ്റ്റർ നാമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, പക്ഷെ അവൾ അതിന് സമ്മതിക്കുന്നില്ല. ആ സമയം റോബോട്ടിന്റെ ബാറ്ററിയും തീർന്നിട്ടുണ്ടായിരുന്നു. അവനും മയങ്ങുന്നു. അപ്പോഴാണ് അവന്റെ കൈയും അവൾ ശ്രദ്ധിക്കുന്നത്. ഇതെന്താണെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴേക്കും അസിസ്റ്റന്റും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നീ അത് കണ്ടോ എന്ന് ചോദിക്കുന്നു. ശേഷം എല്ലാ കാര്യങ്ങളും യേനയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആക്സിഡന്റ് പറ്റിക്കിടക്കുന്ന നാംഷിനെ കാണാനായി അവളെയും കൊണ്ടുവരുന്നു. അവൾക്കും അത് കണ്ടിട്ട് വിഷമമാകുന്നു. അവൾ കരയുന്നത് കണ്ട് റോബോട്ടും അവളെ ഹഗ് ചെയ്യാനായി ശ്രമിക്കുന്നു. അവൾക്ക് അത് കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നത്. അവനെ പിടിച്ച് തള്ളി മാറ്റുന്നു.
എന്നിട്ട് അവനെയും വഴക്ക് പറയുന്നു. നാംഷിനയുടെ മരിക്കാനായി കിടക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു റോബോട്ടിനെ വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണോ? അതിന് അസിസ്റ്റന്റും ഇവിടെയുള്ളവരെല്ലാവരും നാംഷിന് വേണ്ടി അവരുടെ ജീവൻ തന്നെ കളയാൻ തയ്യാറായി നിൽക്കുകയാണ്. അവൻ എന്തായാലും എഴുന്നേൽക്കും. നിന്റെ അച്ഛനെ പോലുള്ളവരിൽ നിന്നും അവനെ സംരക്ഷിക്കുകയാണ് ഞങ്ങള്. ശേഷം സോബോങ്ങും അവനെ വഴക്ക് പറയുന്നു. എല്ലാവരെയും അതുപോലെ ചെന്ന് ഹഗ് ചെയ്യരുത്, അവർക്ക് വേണമെങ്കിൽ മാത്രം അവരെ ആശ്വസിപ്പിച്ചാൽ മതിയാകും. ശേഷം ആ ലേഡിയും ഏനയോട്, അന്ന് അവൻ ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഇവനെ മറ്റൊരാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, നിന്റെ അച്ഛനാണ് അയാളെ അവിടേക്ക് അയച്ചത്. അതിനവളും, അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവരും, എനിക്കതിന് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല, ഏനയും എന്റെ അച്ഛനൊന്നും ആയിരിക്കില്ല അങ്ങനെ ചെയ്തത്. അതിനവരും, നിന്റെ വിശ്വാസം എന്തായാലും നിന്നെ രക്ഷിക്കട്ടെ. ശേഷം അവളെയും അവളുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്. നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിനവളും, എനിക്ക് പറയാനാകില്ല. അതിനയാളും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കറിയാമായിരുന്നല്ലേ ചെയർമാന് ഡിമെൻഷ്യ ഇല്ലെന്നുള്ള കാര്യം, എന്നിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ? അതിനവളും, ഡിമെൻഷ്യയല്ല, നിങ്ങളുടെ അത്യാഗ്രഹമാണ് ഇന്ന് ആ മീറ്റിംഗിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. ഞാനിന്ന് നാംഷിന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം രാവിലെ അസിസ്റ്റന്റും സോബോങ്ങിനെ വന്ന് വിളിക്കുന്നു. ഏനയെ കാണാനില്ല, അവള് എവിടെ പോയെന്ന് അറിയില്ല. അതിനവളും, ഞാൻ അവളെ വിളിക്കാമെന്ന് പറയുന്നു. ആ സമയം ഡയറക്ടറും റോബോ നാംഷിനെ വിളിക്കുന്നു. എനിക്ക് ചെയർമാനെ ഇന്ന് രാവിലെ ഒന്ന് കാണണം, നീയും അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അത് കണ്ടിട്ട് അസിസ്റ്റന്റും, എന്നെ എല്ലാ കാര്യങ്ങളും ഡയറക്ടറോട് പറഞ്ഞെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ അയാളെ ചെയർമാനെ കാണാനായി അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവരും പോകുന്നു. പക്ഷെ ഇവരെത്തുന്നതിന് മുന്നേ അയാൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നെയും, ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നിങ്ങളുടെ സീക്രട്ട്, നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണ്ടേ? ഞാൻ എന്തായാലും ഇവരോട് രണ്ടുപേരോടും നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. സോബോങ്ങും ഇത് കണ്ടിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അസിസ്റ്റന്റും, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അതിന് എനെയും, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. എന്നിട്ട് റോബോനാംശനും ഒരു റിങ് കൊടുക്കുന്നു. അത് കണ്ടിട്ട് റോബോനാംശനും, നിന്റെ കയ്യില് റിങ് ഉണ്ടായിരുന്നല്ലേ, പക്ഷെ നിന്റെ കയ്യില് ഫോണില്ലായിരുന്നോ? ഒരു ഫോൺ കോൾ വിളിച്ച് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെ സഹായമായേനെ. ഞങ്ങൾ എന്തുമാത്രം പേടിച്ചു എന്നറിയാമോ? നിനക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്തത് എന്ന് അവളോട് ചോദിക്കുന്നു. അത് കണ്ടിട്ട് അവളും അവനോട് ദേഷ്യപ്പെടുന്നു. നമ്മുടെ കമ്പനിയിലേക്ക് ഞാൻ ജേർണലിസ്റ്റിനെയും വിളിച്ചിട്ടുണ്ട്, നീ റിങ് കയ്യിലിടണം, എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കണമെന്ന് പറയുന്നു. ശേഷം ചെയർമാനും ഡയറക്ടറോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഏന കല്യാണം കഴിക്കാൻ പോവുകയല്ലേ, ഡയറക്ടറും ഞാനിനി മറ്റൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അസിസ്റ്റന്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അയാളും ചെയർമാനോട്, ഡയറക്ടർ ഇനി ഓരോ പ്രശ്നമുണ്ടാക്കില്ലേ, എന്തുകൊണ്ടാണ് ആ ഫയലിൽ നിന്നും ആ വോയിസ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയത്? അതൊരു തെളിവായിരുന്നല്ലോ, അയാളെ പിരിച്ചുവിടാമായിരുന്നല്ലോ. അതിന് ചെയർമാനും, ഞാൻ അങ്ങനെ ചെയ്താൽ അവൻ ഒരിക്കലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്താനായി പോകുന്നില്ല, കുറച്ചുകൂടി ദേഷ്യമായിരിക്കും. അതിനേക്കാളും അവനെ കൂടെ നിർത്തുന്നതാണ് നല്ലത്. അവൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഡിസ്മിസ് ചെയ്യാമല്ലോ. ശേഷം റോബോനാംശനും മീഡിയയെ കാണാനായി വരുന്നു. അവിടേക്ക് ഏനയും എത്തുന്നുണ്ട്. അവനും ഏനയെ പോയി വിളിക്കുന്നു. എല്ലാവരും എന്നാണ് കല്യാണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ നിൽക്കുന്നത് കണ്ട് ഡയറക്ടറിനും സഹിക്കുന്നില്ല. ശേഷം അവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളും ഒരു റൂമിലേക്ക് വന്ന് റോബോനാംശനോട് ഏതെങ്കിലും ഒരറ്റത്ത് പോയി ചുവരിൽ നോക്കി നിൽക്കാനായി പറയുന്നു. നീ എന്നെ അങ്ങനെ നോക്കരുത്, നീ മനുഷ്യനായ നാംശനല്ല. ഇത് കാണുമ്പോൾ സോബോങ്ങിന് വിഷമമാകുന്നുണ്ട്. നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കുറച്ച് കൂടുതലല്ലേ? അതിനവളും, ഞാനെന്താ തെറ്റായിട്ട് ചെയ്തിട്ടുള്ളത്? ഞാനിനി ഇവനെ കുറിച്ച് ഓർക്കണോ? നിങ്ങളെല്ലാവരും എന്നെ ചതിച്ചതല്ലേ? അതിനവളും, ഇവൻ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇവനോട് കുറച്ചുകൂടി മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? ആ സമയം ഡയറക്ടറും സോബോങ്ങിനെ വിളിക്കുന്നു. അങ്ങനെ അവളും അവിടെ നിന്ന് പോകുന്നു. റോബോനാംശനെ അവിടെ തന്നെ നിർത്തിയിട്ട് അവളും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ഒരു ഫോൺ വരുന്നതായി റോബോനാംശനും കാണുന്നു. ശേഷം ഡയറക്ടറും സോബോങ്ങിനോട്, നീ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നാംശനെ പോലെ മറ്റാരെയോ കണ്ടിട്ടുണ്ടെന്ന്? അതിനവളും, നിങ്ങൾ എന്നോട് പറഞ്ഞത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്നാണല്ലോ. അതിനയാളും, നിനക്ക് മറ്റെന്തൊക്കെ ഓർമ്മയുണ്ട്? അതിനവളും, അതൊരു മാസം മുൻപേ ഉള്ള കാര്യമല്ലേ, എനിക്ക് അത്രയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ല. അയാളും, അവനെന്തിനാ ഇത്ര പെട്ടെന്ന് കല്യാണത്തിനൊക്കെ സംഭവിച്ചത്? അവളും, അതെനിക്കറിയില്ല, എന്നോട് അക്കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. അയാളും അവളെ വഴക്ക് പറയുന്നു. നിനക്ക് പിന്നെ അവൻ എന്ത് കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഏനയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളും പറയുന്നത് ആ റോബോട്ടിനെ അവിടെ എങ്ങും കാണാനില്ലെന്നാണ്, അവൻ എവിടെ പോയെന്ന് അറിയില്ല. സോബോങ്ങും അവനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം കേട്ട് സോബോങ്ങിന്റെ അച്ഛനും അവനെ വന്ന് വഴക്ക് പറയുന്നു. അയാൾ വിചാരിച്ചിരിക്കുന്നത് സോബോങ്ങിനെ നാംഷിനെ ഇഷ്ടമാണെന്നാണ്. സോബോങ്ങും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ട്. എനിക്കും ഇവന് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ റോബോട്ടും അയാളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് അയാളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അവളെ ആക്സിഡന്റലി കിസ് ചെയ്തതാണ്, എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ വിഷമമുണ്ടെന്ന്, എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ. അച്ഛനും, ശരിക്കും നിനക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു. അതിനവനും, എനിക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നുമില്ലെന്ന് പറയുന്നു. അയാളും ദേഷ്യപ്പെട്ട്, മനുഷ്യനാണെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. എന്റെ മകൾ ഈ ജോലി ഉപേക്ഷിക്കുകയാണ്. അതിനവനും, അത് പറ്റില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനാവില്ല. സോബോങ് ഒരു നല്ല വ്യക്തിയാണ്, അവൾ എന്നെ സംരക്ഷിക്കുന്നത് പോലെ ഞാനും അവളെ സംരക്ഷിക്കും. ഞാനൊരു കാർ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ പോയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അയാളും അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇവരും തിരിച്ച് വീട്ടിലേക്ക്
പോവുകയാണ്. റോബോട്ടും കാറിന്റെ വിൻഡോ തുറക്കുന്ന സമയം യനയും അവനെ വഴക്ക് പറയുന്നു. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചിരിച്ച് നിന്നോട് സംസാരിക്കേണ്ടി വരും, എനിക്ക് വയ്യ ഇനി അഭിനയിക്കാനായി. സോബോങ്ങും ആ വിൻഡോ ക്ലോസ് ചെയ്യാനായി പറയുന്ന സമയമാണ് അവനും അത് അടയ്ക്കുന്നത്. അത് കണ്ടിട്ട് നിന്റെ പ്രശ്നം എന്താ, അവള് പറഞ്ഞാൽ മാത്രമേ നീ അനുസരിക്കുകയുള്ളൂ. എന്നിട്ട് ആവശ്യമില്ലാതെ അവനെ വഴക്ക് പറയുന്നു. എന്നിട്ട് ആ റിങ് ഊരി മാറ്റാനായി പറയുന്നു. അവൻ അനുസരിക്കാത്തപ്പോൾ അവൾ ആ റിങ് ഊരിയെടുത്ത് ദൂരെ എറിയുന്നു. നാംഷിൻ ഒന്ന് ഉണർന്നോട്ടെ, അതിനുശേഷം നിന്നെ ഞാൻ അടിച്ചു പൊട്ടിക്കുകയും ഉരുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. റോബോ നാംഷിനും ആ റിങ് എടുത്ത് കയ്യിലിടുന്നു. അത് കണ്ടിട്ട് അവൾക്കും ദേഷ്യം വരുന്നു. അവളാണെങ്കിൽ അവന്റെ ബാറ്ററിയും ഓഫ് ചെയ്യുന്നു. ആ സമയം അവനും പവർ ഓഫ് ആകുന്നു. അത് കണ്ടിട്ട് സോബോങ്ങും കാറ് നിർത്തുന്നു. നീ എന്താ ഇപ്പൊ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നീ വിചാരിക്കുന്നത് പോലെ ഇതൊരു വസ്തുവല്ല, അവനും ബ്രെയിൻ ഉണ്ട്, അവന് മനുഷ്യന്മാരുടെ ഇമോഷൻസും മനസ്സിലാകുന്നതാണ്. അതിനവളും അവനൊരു ഒബ്ജക്റ്റ് ആയാലും മനുഷ്യനായാലും എനിക്കെന്താ എന്ന് ചോദിച്ച് അവളോട് വഴക്കുണ്ടാക്കാൻ വരുന്നു. അത് കണ്ടിട്ട് അവളും അവനെ ഓണാക്കാനായി ശ്രമിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കില്ലറും കാണുന്നുണ്ടായിരുന്നു. യനയാണെങ്കിൽ വീണ്ടും അവന്റെ വാച്ച് എടുക്കാനായി ശ്രമിക്കുന്നു. അത് സോബോങ്ങും തടയുന്നുണ്ട്. ഇക്കാര്യം റോബോ നാംഷിനും കാണുന്നു. അവനോട് അവളും നിന്റെ ബാറ്ററി ആരെങ്കിലും എടുക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തടയണമെന്ന് പറയുന്നു. ശേഷം യനയും അവളെ വിളിച്ചുകൊണ്ടുപോയി അടിക്കുന്നു. നീ എന്താ ചെയ്തത്, നീ എന്നെ അനുസരിക്കാതിരിക്കുകയാണോ, നീ ഒരു ബോഡി ഗാർഡ് മാത്രമാണ് എന്ന് പറഞ്ഞ് അവളുടെ വയ്യാതിരിക്കുന്ന കാലിലും ചവിട്ടുന്നു. അവളെ തള്ളിയിടുന്നു. വീണ്ടും അവളെ അടിക്കാനായി വരുന്ന സമയം റോബോ നാംഷിനും അത് തടയുന്നുണ്ട്. സോബോങ്ങിനോട് അപമര്യാദയായിട്ട് പെരുമാറരുതെന്ന് അവളോട് പറയുന്നു. അവൻ അവളെയും തള്ളിയിടുന്നു. എന്നിട്ട് സോബോങ്ങിനെയും എഴുന്നേൽപ്പിക്കുന്നു. സോബോങ്ങിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡിന്റെ തുടക്കത്തിൽ റോബോ നാംഷിനും ഓർക്കുന്നത് അവൻ കണ്ട ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ അമ്മയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ നിയമവും അവൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവൾ സോബോങ് അവൾക്ക് വേണ്ടി പുതിയൊരു നിയമവും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നു മുതൽ സോബോങ്ങിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. അവനും ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു റൂള് പെട്ടെന്ന് ആഡ് ചെയ്തത്. അവളാണെങ്കിൽ എന്നെ ആദ്യം ചീത്ത വിളിച്ചു, എന്നെ ചവിട്ടുകയും അടിമയാക്കുകയും ചെയ്തു, എന്നെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചു. എന്താണ് കാരണമെന്നറിയില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ശേഷം സോബോങ്ങും യനയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവളും അവരുമായി വഴക്ക് കൂടുന്നു. ആ സമയം അവിടേക്ക് ഒരുപാട് പേർ വരുന്നുണ്ട്. അത് കണ്ടിട്ട് സോബോങ്ങും ആൾക്കാർ കാണുന്നുണ്ട് അഭിനയിക്കാനായി പറയുന്നു. റോബോ നാംഷിനും അവളെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവളും നമുക്ക് എല്ലാവർക്കും സോറി പറയാം, നിന്റെ ഫിയാൻസിയെ തള്ളിയിട്ടത് കൊണ്ട് തന്നെ നീ അവളോട് ക്ഷമ ചോദിക്കണം. അതിനവളും എന്നോട് ഒരു റോബോട്ടും ക്ഷമ ചോദിക്കണ്ട, നീ എന്താ പറഞ്ഞത്, സോബോങ്ങിനെ പരിഹസിക്കരുതെന്നല്ലേ, നീ എന്നെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നീ എന്നെ കൊല്ലുമായിരുന്നെന്ന് എനിക്ക് തോന്നി. അതിനവള് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്, നീയല്ലേ എന്നെ ആദ്യം തള്ളിയിട്ടത്, അതുകൊണ്ടാണ് അവൻ എന്നെ വന്ന് രക്ഷിച്ചത്. ഇവൻ പോയാൽ യഥാർത്ഥ നാംഷിന്റെ റോള് ആര് ചെയ്യും, അതെപ്പോഴെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ? നാംഷിൻ ഉണരുന്നത് വരെ നിനക്ക് ഇവന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. അവനും ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. നീ അവനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞ് അവളെയും കൺവിൻസ് ചെയ്യുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആ കില്ലറും കാണുന്നുണ്ടായിരുന്നു. അവിടെ നടന്നതെല്ലാം തന്നെ ഇയാൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ലേഡിയും കമ്പനിയിലേക്ക് വരുന്ന സമയം അസിസ്റ്റന്റും ചെയർമാനെ കാണാനായി നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അവൾ തനിക്ക് ചെയർമാനെന്നും കാണണ്ടെന്നാണ് പറയുന്നത്. അയാളും അവിടേക്ക് വരുന്നു. എനിക്കറിയാം നീ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടെന്ന്, പക്ഷെ ആ ഡയറക്ടർ അവൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് നിന്റെ മകനെ സംരക്ഷിക്കണ്ടേ? നിന്റെ മകനെ ഒരുപാട് നാൾ കഴിഞ്ഞ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അതിനവരും നിങ്ങൾക്കതെങ്ങനെ എന്നോട് ചോദിക്കാൻ തോന്നി? നിങ്ങളല്ലേ അവൻ എന്നിൽ നിന്നും അകറ്റിയത്. ചെയർമാനും നിന്റെ മകൻ വളരെയധികം വീക്കും ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് വെക്കാത്തവനുമാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചു നാളായി അവനിൽ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാനും സർപ്രൈസ്ഡ് ആയി. 20 വർഷമായി ഞാൻ അവനെ കാണുന്നു. ഇപ്പോൾ അവൻ വ്യത്യാസമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നിന്നെ കണ്ടതിന് ശേഷമാണ് അവൻ മാറിയതെന്നാണ്. നിനക്കാണ് നന്ദി പറയേണ്ടത്. അവൻ എന്റെ മകനെ പോലെ ആയില്ല, നിന്നെ പോലെ സ്ട്രോങ് ആയി. അവരുടെ ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞത് കൊണ്ട് തന്നെ ജങ്വുവിനെ ഒന്നും പറയരുതെന്ന് പറയുന്നു. അവൻ വീക്ക് ആയിരുന്നിരിക്കാം, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. അതിനെയാളും എന്റെ മകൻ വീക്ക് ആയതുകൊണ്ടാണ് അവൻ മരിച്ചു പോയത്. ഇപ്പോൾ നിന്റെ മകൻ എന്റെ കയ്യിലുണ്ട്. അവൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ നീ എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. ഇയാൾക്ക് ഓട്ടോമാറ്റിക് കാറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവൾ ജോലി ചെയ്യണമെന്നുണ്ട്. അവരെയും ഭീഷണിപ്പെടുത്തി അയാൾ സമ്മതിപ്പിക്കുന്നു. പക്ഷെ അവരാണെങ്കിൽ വളരെ ദേഷ്യത്തിലാണ്. നിങ്ങൾക്കിനി എന്നെ കൺട്രോൾ ചെയ്യാനാകില്ലെന്ന് അസിസ്റ്റന്റും അവരെ വന്ന് ആശ്വസിപ്പിക്കുന്നു. ആ ലേഡിയും ഇങ്ങനെ പോയാൽ അവർ നമ്മുടെ നാംഷിന് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അറിയും, അതവന് അപകടമാണ്. അതിന് അസിസ്റ്റന്റും ഇപ്പോൾ അയാൾക്ക് നാംഷിനെ കുറച്ചൊക്കെ വിശ്വാസമാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് പറയുന്നു. ശേഷം റോബോ നാംഷിനും യനയെ ഓഫീസിൽ കൊണ്ടാക്കുന്നു. അവളും പറയുന്നുണ്ട്
നമ്മുടെ വെഡിങ് ഡേറ്റ് അടുത്ത് വരികയാണ്, അതുകൊണ്ട് നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഹീറോയിനും റോബോനാംശനോട് ഒരു കാര്യം വന്ന് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ നേരത്തെ അങ്ങനെ ചെയ്തത്? നേരത്തെ റോബോനാംശനും ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ. അതിനവനും മറുപടി ഒന്നും പറയാതെ ഇനി ഞാൻ കാർ ഓടിക്കാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു. അവളും അവനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ശരിക്കും നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അതിനവനും എന്താ കാര്യമെന്ന് എനിക്കറിയില്ല, എന്റെ ബ്രെയിനിലുള്ള ഡെവലപ്മെന്റ് പ്രോസസ് ഒന്നും എനിക്കറിയില്ലെന്ന് പറയുന്നു. അതിനവളും വെറുതെ ടെക്നിക്കൽ കാര്യങ്ങൾ വെച്ചിട്ട് നീ എന്നെ കൺഫ്യൂസ് ആക്കാനായി നോക്കണ്ട. ഞാനാണ് നിന്റെ ബോഡി ഗാർഡ്, ഞാനാണ് നിന്നെ സംരക്ഷിക്കേണ്ടത്. ഇക്കാര്യം അസിസ്റ്റന്റോ നിന്റെ അമ്മയോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും കുറ്റം പറയുക. എന്നിരുന്നാലും നേരത്തെ സംഭവിച്ചതില് എനിക്ക് നിന്നോട് നന്ദി പറയണമെന്നുണ്ട്. എന്നെ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചതില് എനിക്കും വിഷമമുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ശേഷം ആ കില്ലറും കണ്ട കാര്യങ്ങളെല്ലാം ഡയറക്ടറോടും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റൊരു നാംശനുണ്ടെന്നാണ്. അതിനയാളും എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതിനെന്ത് തെളിവാണുള്ളത്? നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കാനായി കില്ലറോട് പറയുന്നു. ശേഷം റോബോനാംശനും കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അവിടെ ഓട്ടോമാറ്റിക് കാറിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എംപ്ലോയീസിനെയും അവൻ പരിചയപ്പെടുന്നു. ആ എംപ്ലോയിയും നിങ്ങളെ കണ്ടതില് വളരെ സന്തോഷമെന്ന് പറഞ്ഞ് അവന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയം റോബോനാംശനും വിങ്ക് ചെയ്യുന്നു. അവനും ചോദിക്കുന്നുണ്ട്, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലേ എന്ന്. അതെന്തെങ്കിലും ആകട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യാനായി പറയുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ ആർട്ടിക്കിൾ കണ്ടിട്ട് അവരോട് അക്കാര്യം ചോദിക്കുന്നുണ്ട്. അവരും ഹാക്കിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മറ്റ് കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മറ്റുള്ളവരും ചാറ്റ് ചെയ്യുകയായിരുന്നു. അവിടെയുള്ള ഒരു പെൺകുട്ടിയും അയാൾക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് എന്തിനാണ് അഭിനയിക്കുന്നത് എന്ന് നാംശനെ കുറിച്ച് ചോദിക്കുന്നു. അതിന് മറ്റൊരാളും റിപ്ലൈ കൊടുക്കുന്നത് എവിടെ നിന്നെങ്കിലൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആ സമയം മറ്റൊരു എംപ്ലോയിയും അവന് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇവരും ചാറ്റ് ചെയ്യുന്നു. അവിടെയുള്ളയാളും ഇവൻ വർക്ക് ചെയ്യുകയാണെന്ന് വെറുതെ അഭിനയിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് അവന്റെ മുത്തച്ഛൻ അവന്റെ ബ്ലാക്ക് കാർഡ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കാണും, അതായിരിക്കും അവൻ വീണ്ടും വർക്ക് ചെയ്യാനായി വന്നത്. റോബോട്ടും അതിനുള്ള മറുപടി അവർക്ക് കൊടുക്കുന്നു. എനിക്ക് മുത്തച്ഛൻ ഇതുവരെ ബ്ലാക്ക് കാർഡ് തന്നിട്ടില്ല, ഞാൻ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുകയാണ്, അഭിനയിക്കുകയല്ല. ഇത് കേട്ടിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഷോക്കാകുന്നു. ഇവർ ചാറ്റ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ റോബോനാംശനും പറഞ്ഞിരിക്കുന്നത്. അതിലൊരുത്തനും ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു. അതിനവനും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഞാനിപ്പോൾ ഉള്ളത്, പാസ്റ്റിലുള്ള നാംശിനെ പോലെയല്ല, അതുകൊണ്ട് നിങ്ങളുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാനായി പറയുന്നു. ഇക്കാര്യം സോബോങ്ങും മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ശേഷം ഇവരും എനിക്ക് വെഡിങ് ഡ്രസ് എടുക്കാനായി ഒരു ഷോപ്പിലേക്ക് വരുന്നു. ആ സമയം സോബോങ്ങിനും അവിടെ ഇരിക്കുന്ന ഒരു ഡ്രസ്സ് ഇഷ്ടമാകുന്നുണ്ട്. അവളും അത് ഫോട്ടോ എടുക്കാനായി ശ്രമിക്കുന്നു. അതിനവിടെയുള്ള സ്ത്രീയും അത് ഫോട്ടോ എടുക്കരുത്, ഒരുപാട് പേർ ഡിസൈൻ മോഷ്ടിക്കുന്നുണ്ട്, അത് തടയാൻ വേണ്ടിയിട്ടാണ് പിക്ചേഴ്സ് എടുക്കരുതെന്ന് പറഞ്ഞത്. അതിന് എനയും ഇവൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിന് ആ സ്ത്രീയും ഇതുപോലത്തെ കുറെ ആൾക്കാരുണ്ട്, അവര് കല്യാണം കഴിക്കുന്ന സമയം അവർക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സ് വെഡിങ്ങിന് സ്വപ്നം പോലും കാണാനാകില്ല. അത് കേൾക്കുമ്പോൾ സോബോങ്ങിനും വിഷമമാകുന്നുണ്ട്. അത് റോബോനാംശനും ശ്രദ്ധിക്കുന്നുണ്ട്. എനയും നിനക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്യാനായി പോകുന്നതെന്ന് പറയുമ്പോൾ റോബോനാംശനും സെലക്ട് ചെയ്യുന്നത് സോബോങ്ങിന് ഇഷ്ടപ്പെട്ട ആ ഗൗൺ ആണ്. എനയും ആ ഡ്രസ്സ് ഇട്ടു നോക്കാനായി പോയിരിക്കുകയാണ്. ആ സമയം സോബോങ്ങും അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അവളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയണമെന്നുള്ള കാര്യം. അതിനവനും എനിക്കും ഹ്യൂമൻ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് അറിയാം, അതെങ്ങനെ ഫീൽ ചെയ്യുമെന്നും അറിയില്ല. ആ സമയം അവളും അവിടേക്ക് വരുന്നു. അവളെ കണ്ടിട്ട് അവനും അഭിനയിക്കുന്നുണ്ട്. എനയും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണുണ്ടെന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫും അവിടെ നിന്ന് പോകുന്നു. അവർ പോകുമ്പോൾ അവനും അഭിനയം മതിയാക്കുന്നു. എനയും സോബോങ്ങിനോട് എന്റെ ഒരു ഫോട്ടോ എടുത്തു തരാനായി പറയുന്നുണ്ട്. അതിന് റോബോനാംശനും പിക്ചർ എടുക്കാൻ പാടില്ലെന്നല്ലേ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിരിക്കുന്നത്. അതിന് എനയും എനിക്കത് ചെയ്യുന്നതാണ് ഇഷ്ടം, എടുത്തു തരാനായി പറയുന്നു. ഇവരിനിയും വഴക്ക് കൂടുമെന്ന് വിചാരിച്ചിട്ട് സോബോങ്ങും അവളുടെ ഫോട്ടോ എടുക്കുന്നു. ആ സമയം അവിടുത്തെ ഒരു സ്റ്റാഫും അവിടേക്ക് വരുന്നു. നിങ്ങളോട് ഫോട്ടോസ് എടുക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതിന് എനയും ഞാൻ പറഞ്ഞതാ എന്റെ ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന്, പക്ഷെ നീ എന്താ കേൾക്കാതിരുന്നതെന്ന് ചോദിക്കുന്നു. ഇവളാണെങ്കിൽ എല്ലാ കുറ്റവും സോബോങ്ങിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അത് കേട്ടിട്ട് ആ സ്ത്രീയും സോബോങ്ങിനെ വഴക്ക് പറയുന്നു. ഇവർ കാരണം ഞാൻ നിന്നെ വിട്ടയക്കാം, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയുന്നു. അവളും അതിന് സോറി പറയുന്നുണ്ട്. ആ സമയം റോബോനാംശനും എഴുന്നേറ്റിട്ട് നീ എന്തിനാ സോറി പറയുന്നത്? ഞാനല്ലേ ആ ഫോട്ടോ എടുക്കാനായി പറഞ്ഞത്. എന്റെ ഫ്യൂച്ചർ വൈഫിനെ എനിക്ക് ആ ഡ്രസ്സിൽ കാണാൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഒരു ഫോട്ടോ എടുക്കാനായി ഞാൻ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവളെ വഴക്ക് പറഞ്ഞത് എന്നോട് പറയുന്നത് പോലെയാണല്ലോ. അതിനവരും അവനോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാം, നിങ്ങളെ പോലുള്ള VVIP ക്ലയൻസിന് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. റോബോനാംശനും ഏനയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. നമുക്ക് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആ സ്ത്രീയും ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. ഏനയും അവനോട് നിനക്കിതെന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. അതിനവനും നിനക്ക് പറ്റുമെങ്കിൽ നീ അഭിനയിച്ച മതി, ഞാനാണ് ഇപ്പോഴത്തെ മനുഷ്യനായ നാംശൻ, ഞാൻ നിന്നോട് പറഞ്ഞതാണ് സോബോങ്ങിനെ ഒന്നും ചെയ്യരുതെന്ന്. അവളും ഫോട്ടോ എടുത്തത് മതി എന്ന് പറയുന്നുണ്ട്. എനിക്ക് റെസ്റ്റ് റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. അവനും എങ്ങനെയുണ്ടെന്ന് സോബോങ്ങിനോട് ചോദിക്കുന്നു. അവളും അതിന് ഓക്കെ പറയുന്നുണ്ട്. ശേഷം ഇവർ നിൽക്കുന്നത്
ഒളിച്ചു നിന്ന് ആ കില്ലറും ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം ഏനയും പുറത്തേക്ക് വന്നിട്ട് അവരോട് വീണ്ടും വഴക്കുണ്ടാക്കുന്നു. റോബോ നാംഷിനോട് സോബോങ്ങിനെ കളിയാക്കരുതെന്നല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഞാൻ എന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ കാറ് കൊണ്ടുപോയത് കൊണ്ട് തന്നെ സോബോങ്ങും അവനോട് ഒരു ടാക്സി വിളിക്കാനായി പറയുന്നു. അവനാണെങ്കിൽ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരുള്ള അടുത്തേക്ക് വരുന്നത്. അവളും 5 മിനിറ്റ് നമുക്ക് നടക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള പെൺകുട്ടികളെല്ലാം ഇവനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നീ എങ്ങനെയാ അവരുടെ അടുത്ത് കൂടി നടന്നു പോകുന്നത്? എന്തായാലും നിനക്ക് ഇമോഷൻ ഒന്നുമില്ലല്ലോ. അവർ പറയുന്നത് നീ വളരെ സുന്ദരനാണെന്നാണ്. അവനും പറയുന്നുണ്ട് നീയും അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. നീ ആ ഗൗൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. ഏനയുടെ ഫോട്ടോയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ ഈ ഇമേജ് സെറ്റ് ചെയ്തത്. അവളും ദേഷ്യപ്പെട്ട് അത് മാറ്റാനായി പറയുന്നു. നീയും ഹ്യൂമൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് വളരെ സുന്ദരിയാണ് എന്നൊക്കെ അവളോട് പറയുന്നു. ആ സമയം അസിസ്റ്റന്റും അവളെ വിളിക്കുന്നു. അവളും വേഗം വരാനായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കില്ലറും ഇക്കാര്യം കാണുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സ്ക്രീനിൽ വന്നത് അയാളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഏനയും ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോബോ നാംഷിന് അവളെ തള്ളിയിട്ടു എന്നാണ് അവള് പറയുന്നത്. കാര്യം ലേഡിയും സോബോങ്ങിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നു. അതിനവളും ഇവള് റോബോ നാംഷിനെ ഒറ്റയ്ക്ക് നിർത്തുകയും അവന്റെ ബാറ്ററി റിമൂവ് ചെയ്യുകയും ചെയ്തു. ഞാനത് നിർത്താനായി ശ്രമിച്ച സമയം നീ എന്നെ അറ്റാക്ക് ചെയ്തു, അതുകൊണ്ടാണ് അവൻ നിന്നെ തള്ളിയിട്ടത്. ഡേവിഡും അവളെ വഴക്ക് പറയുന്നു. ഇവനൊരു ടോയ് ആണെന്നാണോ നിന്റെ വിചാരം? നിനക്കാരാ അധികാരം തന്നത് അവന്റെ ബാറ്ററി റിമൂവ് ചെയ്യാനായി? അതിനവളും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? മറ്റാരുമില്ലാത്ത സമയവും ഞാൻ ഇവനെ നാംഷിനെ പോലെ നോക്കണമെന്നാണോ? അസിസ്റ്റന്റും മറ്റാരുമില്ലാത്ത സമയവും ഇവൻ നാംഷിനെ പോലെ തന്നെയാണ്. അതിനവളും ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അവൻ സോബോങ് പറഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. അതിനവനും നീ ഒരിക്കലും സോബോങ്ങിനെ കളിയാക്കാനായി പാടില്ല, അവളോട് മര്യാദയ്ക്ക് പെരുമാറണം. ഇവനീ പറയുന്നത് കേട്ട് ഇവരും ഷോക്കാകുന്നു. ലേഡിയും നീ ഇവനെ എന്താ ചെയ്തത്? അവളും ഞാനൊന്നും തന്നെ ചെയ്തില്ലല്ലോ. റോബോ നാംഷിനും മുന്നോട്ട് വന്നിട്ട് ഇതൊന്നും സോബോങ്ങിന്റെ തെറ്റല്ല. ഇത് കാണുമ്പോൾ ലേഡി ഷോക്കായിട്ട് നിനക്കിതെന്താ പറ്റിയത്? ഡേവിഡും അത് അവന്റെ തെറ്റല്ലല്ലോ, പുതിയൊരു റൂള് വന്നത്. അവരും ഞാൻ നിന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്, നീ എന്താ ഇപ്പോൾ വിയേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നീ നിന്റെ അമ്മയെ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല, നീ ഇപ്പോൾ എന്തായി ചെയ്യുന്നത്? അസിസ്റ്റന്റും അവരെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുന്നു. ആ സമയം മനുഷ്യനായ നാംഷിന്റെ റൂമിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ലേഡിയും അങ്ങോട്ടേക്ക് പോകുന്നു. ഡോക്ടറും അവന്റെ BP ചെറുതായിട്ടൊന്ന് കുറഞ്ഞു, ഇപ്പോൾ നോർമലാണ് എന്ന് പറയുന്നു. ഏനയും ഞാൻ കരുതി നീ ഇപ്പോൾ മരിച്ചു പോകുമെന്ന് എന്ന് പറഞ്ഞ് കരയുന്നു. ഇത് കേൾക്കുമ്പോൾ ലേഡിക്കും ദേഷ്യം വരുന്നു. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? അവൻ മരിക്കാൻ പോവുകയാണെന്നോ? ഇനിമേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. അവരും അവനെ വളരെ സങ്കടത്തോടെ നോക്കുന്നു. ഇക്കാര്യം റോബോ നാംഷിനും കാണുന്നുണ്ട്. അത് കണ്ടിട്ട് സോബോങ് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം റോബോട്ടും വിഷമിച്ചിരിക്കുകയാണ്. ഇക്കാര്യം സോബോങ് ശ്രദ്ധിക്കുന്നു. എന്റെ അമ്മ ഇന്ന് കരഞ്ഞു, പക്ഷെ എനിക്ക് അമ്മയെ ഹഗ് ചെയ്യാനായില്ല. കാരണം സോബോങ് എന്നോട് പറഞ്ഞു അവർക്ക് ആവശ്യമെങ്കിൽ മാത്രം അവരെ ഹഗ് ചെയ്താൽ മതിയെന്ന്. അമ്മയ്ക്ക് ഞാൻ അടുത്തുള്ളതിനേക്കാളും മനുഷ്യനായി നാംഷിൻ കൂടെയുള്ളതാണ് ഇഷ്ടം എന്നൊക്കെ അവന്റെ ഫ്രണ്ടിനോട് പറയുന്നു. അത് കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് അവളും പോകുന്നുണ്ട്. നീ എന്താ വാക്യൂം ക്ലീനറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവനും ഇതെന്റെ പുതിയ ഫ്രണ്ടാണ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കൂട്ടുകൂടിയത് ഇതിനോടാണ്. അവളും അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഇവളുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യിക്കുന്നു. അവളും അവനോട് പറയുന്നുണ്ട് നിന്റെ അമ്മ കുറച്ച് ദേഷ്യക്കാരിയാണല്ലേ, നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി ഈ പൊസിഷനിലാക്കിയിട്ട് അവനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി നോക്കുന്നത്. അതിനവനും അത് കുഴപ്പമൊന്നുമില്ല, നാംഷിനും അവരുടെ മകൻ തന്നെയല്ലേ. അതിനവളും നീയും അവരുടെ മകൻ തന്നെയല്ലേ, ഇനി നിന്നെ മൈൻഡ് ചെയ്യാതിരുന്നാൽ നീ ഒരു കാര്യങ്ങളും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ റോബോട്ടാണെന്ന് മറ്റെല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ മതി. അവരോട് സമരം ചെയ്യാനായി പറയുന്നു. അതിനവനും യഥാർത്ഥ നാംഷിനും അവന്റെ അമ്മയുടെ കൂടെ ഇരിക്കാൻ അവകാശമുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ കൂടെ ആയിരുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്കായിരുന്നു. അതിനവളും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നീ ഇപ്പോൾ അവനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് ആ വിഷമം മുഴുവൻ തീർക്കാനായി പറയുന്നു. ശേഷം അവനും അവനെ നിർമ്മിച്ച സ്ഥലവും ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ് അവിടെ താമസിച്ചിരുന്നത്, അമ്മയാണ് എന്നെ നിർമ്മിച്ചത്, എന്റെ ഫാമിലിയും എന്റെ ഫ്രണ്ടും എല്ലാം തന്നെ അമ്മയാണ്. അതിനവളും ഇപ്പോൾ നിന്റെ അമ്മ നിന്റോട് കൂടെയല്ലല്ലോ, ആ യഥാർത്ഥ നാംഷിന്റെ കൂടെയല്ലേ, നിനക്ക് വിഷമം തോന്നിയിട്ടുണ്ടാകും അല്ലേ? അതിനവനും വിഷമം എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ അറിയില്ല. അവനും അവളുടെ നേരത്തെ കാണിച്ച വെഡിങ് ഡ്രസ് ഇട്ടുള്ള ഫോട്ടോയും കാണിക്കാനായി പറയുന്നു. ഞാൻ ആ ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അവനും അവളുടെ ഒരുപാട് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം തന്നെ അവളെയും കാണിക്കുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ വഴക്ക് കൂടിയ ഒരു വിഷ്വൽസും കാണിച്ചു കൊടുക്കുന്നു. ഇത് ഞാൻ നിന്നെ കിസ് ചെയ്തതിന് ശേഷമുള്ളൊരു സംഭവമാണ്. അത് കണ്ടിട്ട് അവളും അത് മാറ്റാനായി അവനോട് പറയുന്നു. അവനും ഞാൻ മനുഷ്യനായിരുന്നെങ്കിൽ നീ എന്നോട് അത്രയും ദേഷ്യപ്പെടുമായിരുന്നില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. ശേഷം ഡയറക്ടറും ഇവളെ വിളിച്ചിട്ട് ഒറ്റയ്ക്കൊന്ന് കാണണമെന്ന്
പറയുന്നുണ്ട്. അവളും അവിടേക്ക് പോകുന്നു. റോബോനാംശനും കൂടെ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. എന്നെ നീ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവളെ കാറിൽ കൂട്ടിക്കൊണ്ടുവരാനായി വന്നത് ആ കില്ലർ ആയിരുന്നു. അവളും അയാളെ കണ്ടിട്ട് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. ശേഷം ഡയറക്ടറിനെ കാണാനായി പോകുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. റോബോനാംശൻ അവന്റെ ഫോട്ടോ ഒരു ഇലക്ട്രോണിക് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യം കില്ലറും കണ്ടിട്ടുണ്ടായിരുന്നു. അവരും അക്കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വർടൈസിംഗ് ഏജൻസിയിലേക്ക് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലൊരു അഡ്വർടൈസ്മെന്റ് ഇതുവരെ ആ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. വെഡിങ് ഡ്രസ്സിലുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു അൺനോൺ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പരസ്യം കാണിക്കുന്നതിനെ ഇന്ററപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എവിടെ നിന്നാണെന്ന് അവർക്കും അറിയില്ല. അതിന് ഡയറക്ടറും അപ്പോൾ എങ്ങനെയാണ് ആ ഫോട്ടോ അവിടെ വന്നത്? അതിന് കില്ലറും അതിന്റെ കാരണം വ്യക്തമായി അറിയില്ല. സോബോങ്ങിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. നമ്മളിൽ നിന്ന് അവൾ എന്തൊക്കെയോ മറയ്ക്കാനായി ശ്രമിക്കുന്നുണ്ട്. ശേഷമാണ് അവളും അവിടേക്ക് എത്തുന്നത്. അയാളും നാംഷിന്റെ അമ്മയായ ആ ലേഡിയെ കുറിച്ച് അന്വേഷിക്കാനായി അവളോട് പറയുന്നു. അവരിപ്പോൾ ഉള്ളത് ഒരു സീക്രട്ട് ആയി വീട്ടിലാണ്. ഇവൾക്കത് അറിയാം. അവളും നിങ്ങൾ എന്തിനാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയാനായി ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനയാളും നിന്നോട് പറഞ്ഞ ജോലി മാത്രം നീ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. നാംഷിനുമായി സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ അപ്പോൾ തന്നെ എന്നോട് പറയണം. അവളും എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായി ശ്രമിക്കുന്നുണ്ട്. അയാളും എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഇവൾ താഴെ ഇറങ്ങി വരുന്ന സമയം ആ കില്ലറും ഇവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളും അയാളെ കണ്ട് പേടിക്കുന്നുണ്ട്. റോബോനാംശനും അവളെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചാർജ് തീർന്നത് കാരണം അവൾക്കത് എടുക്കാനായി സാധിക്കുന്നില്ല. ഇവളും പോകുന്ന സമയം ആ കില്ലറും ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സമയം ഇവളും ഒരാളെ ഇടിക്കാനായി വരുന്നുണ്ട്. അത് ഇവളുടെ ജേർണലിസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളെ കാണുന്നത് കൊണ്ട് തന്നെ ആ കില്ലറും അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇവരും മറ്റൊരിടത്ത് വന്ന് ഫുഡ് കഴിക്കാനായി വരുന്നു. അവിടെ വെച്ച് അവളുടെ ഫോണും അവള് ചാർജ് ചെയ്യുന്നുണ്ട്. ആ സമയം ഇവളെ കാണാതെ റോബോനാംശനും അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ എവിടെ ഇല്ലെന്ന് അവനും മനസ്സിലാകുന്നു. അവനും സെർച്ച് ചെയ്യുന്ന സമയം അവൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഞാൻ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു, അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയം അയാളും നീ ഇപ്പോൾ പറഞ്ഞ സ്ഥലത്താണ് ആ ജേർണലിസ്റ്റ് ഫ്രണ്ടും താമസിക്കുന്നത്. അവൾ മിക്കവാറും അവളുടെ അടുത്ത് പോയി കാണും. അതുകൊണ്ട് അവൾ അവിടെ നിൽക്കട്ടെ. അല്ല നീ എന്തിനാ അവളെ കുറിച്ച് അന്വേഷിക്കുന്നത്? ശേഷം അവനും അയാളുടെ കൂടെ ഇരിക്കുന്നു. എന്നിട്ട് അവന്റെ മടിയിൽ കിടന്ന് അയാളും ഉറങ്ങുന്നു. ശേഷം അസിസ്റ്റന്റും ഇവനെ വിളിക്കുന്നു. നീ സോബോങ്ങിന്റെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവനും അല്ല ഞാൻ അവളുടെ അച്ഛന്റെ കൂടെയാണെന്ന് പറയുന്നു. എനിക്കിവിടെ നിന്നിപ്പോൾ അനങ്ങാൻ സാധിക്കില്ല, ഞാൻ പിന്നീട് വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അസിസ്റ്റന്റും ഇവനിപ്പോൾ ശരിക്കും നാംഷിനെ പോലെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ശേഷം ഡയറക്ടറും ചെയർമാന്റെ അടുത്ത് വന്നിരിക്കുന്നു. ചെയർമാൻ ആണെങ്കിൽ ഇയാൾ അറിയാതെ നാംഷിനും ഏനയുമായിട്ടുള്ള വെഡിങ് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാര്യം അയാളും ചോദിക്കുന്നു. ആ സമയം അവിടേക്ക് ആ ലേഡിയും വരുന്നുണ്ട്. അവളെ കണ്ടിട്ട് ഡയറക്ടറിനും ദേഷ്യമാകുന്നു. അപ്പോഴാണ് ഓട്ടോമാറ്റിക് കാറിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പുതിയ ലീഡർ ഇവരാണെന്നുള്ള കാര്യം അയാളും മനസ്സിലാക്കുന്നത്. അത് ഇയാൾക്കും ഇഷ്ടപ്പെടുന്നില്ല. ശേഷം അസിസ്റ്റന്റും ആ കിൽ സ്വിച്ചിന്റെ കാര്യം അവരോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതിനവരും എന്നാണോ യഥാർത്ഥ നാംഷൻ ഉണരുന്നത് അന്ന് ഞാൻ ആ കിൽ സ്വിച്ചും പ്രവർത്തിപ്പിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സോബോങ്ങും കേൾക്കുന്നുണ്ട്. അവളും നാംഷിനെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്. അത് കേട്ടിട്ട് അവളും ഷോക്കാകുന്നു. അവനെ ഇല്ലാതാക്കാൻ പോവുകയാണോ? അക്കാര്യം അറിഞ്ഞ് അവളും ഷോക്കാകുന്നു. ശേഷം ജേർണലിസ്റ്റ് ഫ്രണ്ടും ഇവളെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാനായി പറയുന്നു. ഇവളും വന്ന് നോക്കുന്ന സമയം റോബോനാംശനും അവിടെ ഉണ്ടായിരുന്നു. അവളും അവിടേക്ക് വന്ന് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവളും ആ കിൽ സ്വിച്ചിന്റെ കാര്യം ഓർക്കുന്നു. എന്നിട്ട് അവനെയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. നീ ഒരു സ്മാർട്ട് റോബോട്ട് അല്ലേ, നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? അതിനവനും നിന്നെ കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് നിന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു റൂളാണ്. അതിനവളും ആ റൂള് നീ എടുത്തു മാറ്റണം. അവനും അവളെ കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. നിനക്കിതെന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അവളും ഇന്നു മുതൽ നീ ഫ്രീ ആണ്, എന്റെ അടിമയൊന്നുമല്ല. ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കേണ്ട കാര്യമില്ല. മറ്റാരുടെ ഓർഡർ നീ അനുസരിക്കാനായി പാടില്ല. നിനക്ക് നിന്റേതായിട്ടുള്ള ജഡ്ജ്മെന്റും ഡിസിഷനും ഉണ്ടായിരിക്കണം. അതിനവനും എനിക്കത് ചെയ്യാനായി അനുവാദമില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് മനുഷ്യനായി നാംഷിന് പകരമാണ്. അതിനവളും നീ അവനല്ല, നീ അവനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാണ്. നീ നിന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയുന്നു. ഞാൻ ഈ ജോലി ഉപേക്ഷിക്കാനായി പോവുകയാണ്. ഞാനിനി നിന്റെ ബോഡി ഗാർഡ് ആയിരിക്കില്ല. ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. അവനും ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ നിൽക്കുന്നു. അവനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പുതിയൊരു റൂള് എന്നിൽ ഡെവലപ്പ് ആയതെന്നുള്ളത്. ഇവൾ മാത്രമാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി എന്നോട് പെരുമാറുന്നത്. മറ്റുള്ളവരെല്ലാവരും എന്നെ യഥാർത്ഥ നാംഷിന് പകരമായിട്ടാണ് വെക്കുന്നത്. പക്ഷെ അവൾ മാത്രമാണ് ഞാൻ മറ്റൊരു വ്യക്തി എന്ന നിലയിൽ എന്നോട് സംസാരിക്കുന്നത്. അവനും അവളുടെ പുറകെ പോയി അവളെ വിളിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
എപ്പിസോഡിന്റെ തുടക്കത്തിൽ റോബോ നാംഷനും എഴുന്നേറ്റിട്ട് സോബോങ്ങിനെ വിളിക്കാനായി വരുന്നു. അപ്പോഴാണ് സോബോങ് ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത കാര്യം ഇവനും ഓർക്കുന്നത്. ഇവനും ഓടുന്ന സമയം അവൾ അടുത്തുള്ളതുപോലെ ഇവനും തോന്നുന്നുണ്ട്. എന്താണ് കാര്യമെന്നറിയില്ല. ഇവൻ ഓഫീസിൽ പോകാനായി നിൽക്കുന്ന സമയവും അവളെ കാണുന്നുണ്ട്. ശരിക്കും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ അസിസ്റ്റന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവനും അവളെ കുറിച്ച് ഓർക്കുകയാണ്. അവന്റെ കയ്യിൽ അവളുടെ ആ മാലയുമുണ്ട്. ശേഷം അവളും വീട് മുഴുവൻ തിരയുന്നുണ്ടെങ്കിലും അവളുടെ മാല അവിടെ എങ്ങും കാണുന്നില്ല. അത് റോബോ നാംഷിന്റെ കയ്യിലാണുള്ളത്. ആ സമയം അവളുടെ സാധനങ്ങളെല്ലാം തന്നെ അസിസ്റ്റന്റും ഇവിടേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവളും മറ്റൊരു കാര്യം ഓർക്കുന്നത്. ഇവളും അസിസ്റ്റന്റിനെ കണ്ടിരുന്നു. ഇവൾ ആ കില്ലറെ കണ്ടതുകൊണ്ട് തന്നെ ആ ഡയറക്ടറിന് എന്റെ മേലൊരു സംശയമുണ്ട്. എനിക്കിനി ഒരു കാര്യങ്ങളും ചെയ്യാനാകില്ല. ഞാൻ നാംഷിന്റെ അമ്മയെ കണ്ടുപിടിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ എന്നെ വെറുതെ വിടില്ല. എനിക്ക് പേടിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണ്. അതിന് അസിസ്റ്റന്റും ഞാൻ ഇനി എന്താ ചെയ്യാ? റോബോ നാംഷിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. അതിനവളും അവനെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല, ഇന്നലെ സംഭവിച്ച കാര്യം നിങ്ങളും കേട്ടതല്ലേ? എന്നെ സംരക്ഷിക്കാനായി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ, അവൻ പിടിക്കപ്പെട്ടാലോ? അതിന് അസിസ്റ്റന്റും അത് നമുക്ക് ശ്രദ്ധിക്കാം, പക്ഷെ അവൾ അതിന് സമ്മതിക്കുന്നില്ല. എനിക്കിനി ചെയ്യാനാകില്ല. അസിസ്റ്റന്റും നിനക്കിതെന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അതിനവളും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം. ആദ്യം ഞാൻ കരുതിയത് അവനൊരു മെഷീനോ ഒരു വസ്തുവോ ആണെന്നാണ്. പക്ഷെ കൂടുതൽ അവനുമായി അടുത്ത സമയം അവൻ മനുഷ്യന്മാരെ പോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് ചില സമയം അവനും അത് ആലോചിക്കുന്നുണ്ടായിരിക്കാം. ആ ഡയറക്ടർ അവനെ അറ്റാക്ക് ചെയ്താലോ? എനിക്ക് അവനെ ഓർത്ത് വിഷമമുണ്ട്. അവനൊരു റോബോട്ടാണെന്ന് വിചാരിക്കാനേ സാധിക്കുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്കിത് ചെയ്യാനാവില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവളുടെ സാധനങ്ങളെല്ലാം തന്നെ അസിസ്റ്റന്റും കൊടുത്തയച്ചത്. അവളുടെ അച്ഛനും അവളെ വഴക്ക് പറയുന്നുണ്ട് ജോലി ഉപേക്ഷിച്ചതിന്. ശേഷം കമ്പനിയിൽ ആ ലേഡിയും ജോയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. റോബോനാംഷനും ലേഡിയോട് സോബോങ് ജോലി രാജിവെച്ചു, എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിന് അസിസ്റ്റന്റും അവൾ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് അവൾക്കിനി ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന്. അതിനാൽ ലേഡിയും എന്ത് കാരണമായിരുന്നാലും അതെന്തായാലും നല്ലതിന് തന്നെയാണ്. അവൾ കാരണം ഇവന്റെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നിന്നെ കൂടുതലായി അത് അഫക്ട് ചെയ്യുന്നതിന് മുന്നേ അവൾ ജോലി രാജിവെച്ചത് എന്തായാലും നന്നായി. അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. നീ അവളെ മറക്കാനായി പറയുന്നു. പക്ഷെ അവനത് വിഷമമാകുന്നുണ്ട്. ഇക്കാര്യം അസിസ്റ്റന്റും ശ്രദ്ധിക്കുന്നു. ശേഷം അവരും മീറ്റിംഗിൽ പങ്കെടുക്കാനായി പോകുന്നു. ശേഷം സോബോങ്ങും അവളുടെ മാല നോക്കുകയാണ്. അത് അവിടെ എങ്ങും കാണാനില്ല. അപ്പോഴാണ് ഇവള് നേരത്തെ റോബോ നാംഷിന്റെ റൂമിൽ ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസും അവൾ കാണുന്നു. അവളും അവനെ കുറിച്ച് ഓർക്കുന്നു. അവൾക്കും അവനെ നന്നായി തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ആ സമയം അവളുടെ ജേർണലിസ്റ്റ് ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. നീ ഒരു കാര്യം അറിഞ്ഞോ? അടുത്ത ആഴ്ച നാംഷിന്റെ കല്യാണമാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്കും ചെറിയ വിഷമമാകുന്നുണ്ട്. ശേഷം റോബോ നാംഷനും ഏനയുടെ കൂടെ ക്ലബിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ അവളുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അവനും അവളുടെ കൂടെ ഇരുന്ന് അഭിനയിക്കുകയാണ്. പക്ഷെ അവനൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോഴാണ് ഫ്രണ്ട്സിൽ ഒരാളും ആ ബോഡി ഗാർഡിന് എന്ത് പറ്റി? നീ എയർപോർട്ടിൽ വെച്ച് ഒരുത്തി അടിച്ചില്ലേ? നീ അവളെ വീട്ടിൽ കൊണ്ടുവന്നത് കേട്ടല്ലോ. അവളെ കാണാൻ നല്ല സുന്ദരിയാണല്ലേ? സോബോങ്ങിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവനും ഷോക്കാകുന്നു. ഏനയും അവളെ കുറിച്ച് കുറ്റം പറയുന്നു. അവള് പണത്തിന് വേണ്ടി എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും. അതിനാ ഫ്രണ്ടും അവളെ ഞാനും ഒന്ന് അടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളെ എന്റെ ബോഡി ഗാർഡായിട്ട് നിയമിക്കാം, എന്നിട്ട് അവളായിട്ട് കളിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നാംഷിനോട് നീ അവളുടെ നമ്പർ എനിക്കൊന്ന് തരണം എന്ന് പറയുന്നുണ്ട്. അവളെ കുറിച്ച് കുറ്റം പറയുന്നത് കൊണ്ട് തന്നെ റോബോ നാംഷിനും ദേഷ്യമാകുന്നുണ്ട്. അവനും ആ ഫ്രണ്ടിന്റെ കൈ പിടിച്ച് തിരിക്കുന്നു. എന്ത് ധൈര്യം ഉണ്ടായിരുന്നിട്ടാ നീ ഇക്കാര്യങ്ങളൊക്കെ എന്നോട് ഓർഡർ ചെയ്യുന്നത്? അത് കണ്ടിട്ട് ഏനയും എന്റെ കയ്യില് അവളുടെ നമ്പർ ഉണ്ട്, ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നു. അത് റോബോ നാംഷിനും ശ്രദ്ധിക്കുന്നു. ആ സമയം പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ ഫോണുകളും പൊട്ടിത്തെറിക്കുന്നു. അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. ഇക്കാര്യം അസിസ്റ്റന്റും ശ്രദ്ധിക്കുന്നു. റോബോ നാംഷനും അവളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവളും പേടിക്കുന്നു. അസിസ്റ്റന്റും അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവനെ വഴക്ക് പറയുന്നു. നിനക്കിതെന്ത് പറ്റി? മറ്റുള്ളവരെ നീ റോബോട്ടാണെന്ന് അറിയിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? നിന്നോട് ഞാൻ ഇതൊക്കെ നിർത്താനായി പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ നീ എന്നെ അനുസരിക്കാത്തത്? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് റോബോ നാംഷനും അവർ സോബോങ്ങിനെ കുറിച്ച് വളരെ മോശമായാണ് സംസാരിക്കുന്നത്. അതിന് അസിസ്റ്റന്റും അതിനിപ്പോ എന്താ, അവള് ജോലിയിൽ നിന്ന് രാജിവെച്ചില്ലേ? അവളിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അതിനവനും ഞാൻ എപ്പോഴും അവളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അസിസ്റ്റന്റും ഷോക്കാകുന്നു. എന്താ കാരണമെന്നറിയില്ല, എന്തോ ഇററ് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അവളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അസിസ്റ്റന്റും നീ ഇപ്പോൾ എന്തായാലും മനുഷ്യനായി നാംഷിനെ പോലെ പെരുമാറാനായി പറയുന്നു. അവൻ സോബോങ്ങുമായി അത്ര അടുപ്പത്തിലല്ലോ, അതുപോലെ മതി നീയും. അതിന് റോബോ നാംഷനും ഞാൻ യഥാർത്ഥ നാംഷിനെ പോലെ അല്ലല്ലോ, ഞാനാണെങ്കിൽ സോബോങ്ങുമായി വളരെ ക്ലോസ് ആണ്. സോബോങ് എന്നോട് പറഞ്ഞു ഞാനായിട്ടിരിക്കണമെന്ന്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് മനുഷ്യനായ നാംഷിനെ പോലെ ആയിരിക്കാൻ സാധിക്കില്ല. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാലോ പ്രവർത്തിച്ചാലോ നിങ്ങൾക്കും അമ്മയ്ക്കും ഇഷ്ടമാകില്ല, എന്നോട് ദേഷ്യപ്പെടും. പക്ഷെ സോബോങ് അങ്ങനെയല്ല. ഞാൻ എങ്ങനെയാണോ അതേ രീതിയിലാണ് അവൾ എന്നോട് പെരുമാറുന്നത്. അതുകൊണ്ടായിരിക്കുമോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണുന്നത്. അസിസ്റ്റന്റും അവനോട് വീട്ടിൽ പോകാനായി പറയുന്നു. എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശേഷം അവനും ലേഡിയെ കാണാനായി പോകുന്നു. റോബോ നാംഷൻ പറഞ്ഞ കാര്യം അവരോടും പറയുന്നുണ്ട്. സോബോങ് കാരണമാണ് അവന് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിനവരും ഞാൻ സിസ്റ്റം ചെക്ക് ചെയ്തതാണ്, പക്ഷെ അങ്ങനെ ഒരു ചേഞ്ചസിനെ കുറിച്ച് അതിലുണ്ടായി
ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും കണ്ടുപിടിക്കാനായില്ല. അസിസ്റ്റന്റും ഞാൻ എന്തായാലും അവളെ പോയിന്ന് കണ്ടു നോക്കാം. അവൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാകൂ. അവനാണെങ്കിൽ അവൾ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. അതിനാൽ ലേഡിയും അത് വേണ്ട, ഞാൻ പൊക്കോളാം. അവന്റെ അമ്മയായ ഞാൻ പറയുന്ന സമയം അവളും അത് കേൾക്കും എന്ന് പറഞ്ഞ് അവളെ കാണാനായി പോകുന്നു. ഈ സമയം ആ കില്ലറും ആ ലേഡിയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ കമ്പനിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവരൊരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. അത് അയാളും കണ്ടുപിടിച്ചിരുന്നു. അയാളും ഒരു ടാക്സിയിൽ കയറി പോകുന്നത് കില്ലറും ശ്രദ്ധിക്കുന്നു. അയാളും അവരുടെ പുറകെ പോകുന്നു. കുറച്ചു ദൂരം പോകുന്ന സമയം ആ ടാക്സിയും ഒരിടത്ത് നിർത്തുന്നു. അതിലെ ഡ്രൈവറും പുറത്തിറങ്ങി നിൽക്കുന്നത് ആ കില്ലറും ശ്രദ്ധിക്കുന്നു. ശരിക്കും ആ ടാക്സിയിൽ സോബോങ് ഉണ്ടായിരുന്നു. അവരും അവളോട് നീ എന്താ റോബോ നാംഷനോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനവളും ഞാൻ അവനോട് മറ്റാരും പറയുന്നത് കേൾക്കരുത്, അവൻ എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനായിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത്. അത് കേട്ടിട്ട് ലേഡിക്കും ദേഷ്യം വന്ന് നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിനക്കറിയാം. എനിക്ക് അവനെ പഴയ നാംഷനായി തന്നെ തിരികെ വേണം, ഇല്ലെങ്കിൽ ഞാൻ ഏതറ്റം വരെയും പോകും. അവളും ആ കിൽ സ്വിച്ചിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് അവളും കരുതുന്നത്. നിങ്ങൾ ആ ബെഡിൽ കിടക്കുന്ന നാംഷനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. റോബോ നാംഷനും നിങ്ങളുടെ മകനാണ്. യഥാർത്ഥ മകന് വേണ്ടി അവനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്നെ നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയത് തന്നെ അവൻ റോബോട്ടാണെന്ന് മറ്റാരെങ്കിലും അറിയുമോ എന്ന് പേടിച്ചിട്ടല്ലേ? അവരും അവളെ വഴക്ക് പറയുന്നു. നീ ഇനി അവനെ കാണാനായി പാടില്ല, മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അതിനവളും എനിക്കും ഇനി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇടപെടണമെന്നില്ല, അതുകൊണ്ട് ഇനി മേലല്ല എന്നെ വിളിക്കരുത്. ലേഡിയും ഞാൻ നാളെ വരെ നിനക്ക് സമയം തരാം, റോബോ നാംഷനെ എനിക്ക് പഴയ നാംഷനായി തിരിച്ചു തരണമെന്ന് പറയുന്നു. ശേഷം അവരും അവിടെ നിന്ന് പോകുന്നു. കില്ലറും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരും തിരിച്ച് ആ ഹോട്ടലിലേക്ക് തന്നെയാണ് വരുന്നത്. കില്ലർ നോക്കുന്ന സമയം ആ ലേഡിയെ മാത്രമേ ഇയാൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അയാളും ആലോചിക്കുന്ന സമയമാണ് ടാക്സിയിൽ ചിലപ്പോൾ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് കരുതി അയാളും ആ ടാക്സിയെ ഫോളോ ചെയ്തു പോകുന്നു. സോബോങ്ങും ആ ടാക്സിയിൽ നിന്നിറങ്ങി പോകുന്നത് കില്ലറും ശ്രദ്ധിക്കുന്നു. അയാളും ഇക്കാര്യം ഡയറക്ടറോട് പറയുന്നുണ്ട്. ഡയറക്ടറും നീ എന്താ പറയുന്നത്? സോബോങ് ആ ലേഡിയെ മീറ്റ് ചെയ്തെന്നോ? അതിനയാളും ഞാൻ ആ ടാക്സി ഡ്രൈവറോട് സോബോങ്ങിന്റെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു. അയാളും അവൾ തന്നെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവളാണ് ആ ടാക്സിയിൽ ഉണ്ടായിരുന്നത്. അവരും സീക്രട്ട് ആയിട്ടാണ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് സോബോങ്ങിനും എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. അവൾ നിങ്ങളോട് കള്ളം പറയുന്നതാണ്. ശേഷം റോബോ നാംഷനും അവന്റെ അമ്മയെ കാണാനായി വരുന്നു. അവനെ അവരിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് സോബോങ് ചിലപ്പോൾ ഇവനോട് സംസാരിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇവനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തിയിട്ടാണ് അവരും ഇവനെ ഇവിടേക്ക് വിളിച്ചത്. അവനും അതിനെക്കുറിച്ച് അമ്മയോട് ചോദിക്കുന്നുണ്ട്. മാനുവൽ മോഡോ എന്നെ ആരാ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതിനാൽ ലേഡിയും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ ആരെങ്കിലും നിന്നെ കൺട്രോൾ ചെയ്യുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാൻ മാത്രമേ നിന്നെ കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ മിസ്റ്റേക്സ് ഒന്നും വരുത്തില്ല. അതിനവനും ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ലേഡിയും ഷോക്കാകുന്നു. ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്ക്, നീ എന്റെ കൂടെ വരാനായി പറയുന്നു. പക്ഷെ അവൻ അവരെ വിശ്വസിക്കാതെ അസിസ്റ്റന്റിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇത് കാണുമ്പോൾ അവർക്കും വിഷമമാകുന്നു. അങ്ങനെ പോകുന്ന സമയം പെട്ടെന്ന് സോബോങ്ങും അവനെ വിളിക്കുന്നു. അവളും ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന്. അവനും സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അവളും ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരാനായി പറയുന്നുണ്ട്. അവനും അങ്ങനെ തന്നെ ചെയ്യുന്നു. അവളും പുറത്തുണ്ടായിരുന്നു. അവളും അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം ഇവരും ഒരു ബൈസൈക്കിൾ റൈഡ്സിനൊക്കെ പോകുന്നു. അവനും പറയുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും നീ ഇല്ലാതിരുന്നപ്പോഴും നിന്റെ കൂടെ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തോ ഇറർ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിന്നെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാനും നിന്നെ കൊണ്ട് ഒരു ബൈസൈക്കിൾ റൈഡിന് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ അവരും വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്നു. ശേഷം അവനും അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയത്? നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാമല്ലോ. നീ കുറച്ചു നാളായി വളരെ വിയേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഒരു ഫീലിംഗ്സും ഇല്ലല്ലോ. അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. ഞാൻ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യില്ല. പക്ഷെ അവളൊന്നും തന്നെ അവനോട് പറയുന്നില്ല. അവൾക്ക് വെള്ളം വേണമെന്ന് പറയുമ്പോൾ അവനും അത് വാങ്ങിക്കാനായി അവിടേക്ക് പോകുന്നു. അപ്പോഴാണ് അവന്റെ കയ്യിൽ അവളുടെ മാലയുള്ള കാര്യം അവനും ശ്രദ്ധിക്കുന്നത്. ശേഷം അതും കൊണ്ട് അവളുടെ അടുത്തേക്ക് അവന് പോകുന്ന സമയം രണ്ടുപേരും റോഡിന്റെ മറുവശത്താണ്. ആ സമയം സോബോങ്ങും അവനെ വിളിക്കുന്നു. ഇങ്ങോട്ടേക്ക് നീ വരരുത്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിന്റെ മുഖത്ത് നോക്കി നിന്റെ അടുത്ത് നിന്ന് എനിക്കത് പറയാനായിട്ടുള്ള ധൈര്യമില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാനായി. ഞാനിത് തിരിച്ചെടുക്കുകയാണ്. ഞാനതൊരിക്കലും പറയാനായി പാടില്ലായിരുന്നു. നിന്റെ അമ്മ പറയുന്നത് പോലെ നീ അനുസരിക്കണം. നിനക്കും എനിക്കും അത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ എന്തുകൊണ്ടാ ജോലി രാജിവെച്ചതെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? ആ ഡയറക്ടർ എന്നെ ഭീഷണിപ്പെടുത്തി. നീയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കും അത് ആപത്തായിരിക്കും. ഞാനൊരു സെൽഫിഷ് ആണ്. എനിക്ക് ഞാൻ തന്നെയാണ് ഏറ്റവും വലുത്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞു പോകുന്നു. റോബോ നാംഷനും അവളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു പേടിയുമില്ലാതെ ആ റോഡിലൂടെ നടന്നു വരുന്നു. ആ ട്രാഫിക് സിഗ്നൽ പോലും അവൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവളും അത് കണ്ട് പേടിക്കുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് അവളും ചോദിക്കുന്നു. അവനാണെങ്കിൽ അവൾക്ക് ഡ്രിങ്ക്സും കൊടുത്ത് അവളുടെ മാലയും അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. ഞാൻ പഴയതുപോലെ തന്നെ ആയിക്കൊള്ളാം. ഞാൻ നിന്നോട് അവസാനമായി യാത്ര പറയുകയാണ് എന്ന് പറഞ്ഞു പോകുന്നു. ശേഷം അവനും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. മാനുവൽ മോഡ് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഞാൻ ഇന്നു മുതൽ അമ്മ പറയുന്നത് പോലെ കേൾക്കുകയുള്ളൂ. അവർക്കും അത് കേട്ടിട്ട് സന്തോഷമാകുന്നുണ്ട്. ശേഷം ഇന്ന് റോബോ നാംഷനും യനയും തമ്മിലുള്ള കല്യാണം നടക്കാൻ
വരാനിരിക്കുന്ന ദിവസമാണ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നു. ഡയറക്ടറും അയാളുടെ സെക്രട്ടറിയോട് സോബോങ്ങിനെ കൊണ്ട് ഇന്ന് തന്നെ സംസാരിപ്പിക്കണം. അവൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ കണ്ടെത്തണം. അയാളും ഇന്ന് കല്യാണം കഴിയുന്നതിന് മുന്നേ അതെല്ലാം കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. റോബോ നാംഷനാണെങ്കിൽ കല്യാണ ചെക്കന്റെ വേഷമൊക്കെ ഇട്ട് ആ സൈക്കിളും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലേഡിയും അവിടേക്ക് വരുന്നു. ഇവന്റെ ഉള്ളിൽ ഇപ്പോൾ മാനുവൽ മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ആവശ്യം അപ്പോൾ ഞാൻ ഇവനെ കൺട്രോൾ ചെയ്തോളാം. നിങ്ങൾ ഇനി മുതൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അസിസ്റ്റന്റും ഗസ്റ്റുകളെ എല്ലാരെയും പോയി കാണണം, എല്ലാരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അസിസ്റ്റന്റും സോബോങ്ങിനെ കണ്ടതിന് ശേഷം അവൻ പഴയ പോലെയായി എല്ലാവരെയും അനുസരിക്കുന്നുണ്ട്. മാനുവൽ മോഡിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരും അത് കേൾക്കാനായി തയ്യാറാകുന്നില്ല. എനെയും കല്യാണത്തിനായി തയ്യാറാകുന്നു. ഡയറക്ടറിനാണെങ്കിൽ ഒരു താല്പര്യവുമില്ല ഈ ഒരു വിവാഹത്തിന്. അവൾ അച്ഛനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം അച്ഛാ, അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും അവൾ ക്ഷമ ചോദിക്കുന്നു. അയാളാണെങ്കിൽ മകളുടെ അടുത്ത് കരയുന്നത് പോലെ അഭിനയിച്ചിട്ട് പുറത്തേക്ക് വന്ന് അവന്റെ രഹസ്യങ്ങൾ എങ്ങനെ ചോർത്താമെന്നുള്ള കാര്യവും അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയം ഇയാൾ നിർദ്ദേശിച്ചതുപോലെ ആ കമ്പനിയിലുള്ള ഒരു എംപ്ലോയിയും ആ ലേഡിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങളെ ആരോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അവരാണെങ്കിൽ അവരുടെ ബാഗും മൊബൈൽ ഫോണും അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഡയറക്ടറുടെ സെക്രട്ടറിയും ലേഡിയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് അത് ഹാക്ക് ചെയ്യുന്നു. ശേഷം സോബോങ്ങിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഡയറക്ടർ നാംഷിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു. ഓഫീസിൽ എന്റെ ഡെസ്കിൽ ഒരു ഫയൽ ഉണ്ട്. ആ ഫയല് നീ എനിക്ക് വേണ്ടി ഒന്ന് എടുത്തു മാറ്റണം. അത് കണ്ടിട്ട് അവളും അവരെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ കോൾ എടുക്കുന്നില്ല. എന്തായാലും ആ സെക്രട്ടറിക്ക് ഇവളോട് സംസാരിക്കാനാകില്ലല്ലോ. ഞാനിപ്പോൾ കല്യാണത്തിന്റെ തിരക്കിലാണ്. ഇപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അവന് വേണ്ടി നീ ഈ കാര്യം ചെയ്യണം. അവളും അത് ചെയ്യാമെന്ന് റിപ്ലൈ കൊടുക്കുന്നു. അയാൾ ഉടനെ തന്നെ ആ ഫോണിലെ മെസ്സേജ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫോണ് തിരികെ കൊണ്ടുവയ്ക്കുന്നു. ശേഷം അവിടെയും വിവാഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സോബോങ്ങാണെങ്കിൽ ഉടനെ തന്നെ ആ ഓഫീസിൽ എത്തുന്നു. എന്നിട്ട് അവരുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവൾ ആ ഫയല് തിരയുകയാണ്. പക്ഷെ ഒന്നും തന്നെ അവൾക്ക് കാണാനായി കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ കില്ലറും അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത്. നീ എന്താണ് തിരയുന്നതെന്ന് അയാളും ചോദിക്കുന്നു. നിനക്ക് നാംഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു രഹസ്യം അറിയാം. അത് പറയാനായി പറയുന്ന സമയം അവളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. പക്ഷെ അയാള് അവളെ തടഞ്ഞു വെക്കുന്നു. നിനക്ക് മെസ്സേജ് വന്നത് അവന്റെ എന്തോ സത്യങ്ങൾ ഡയറക്ടർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഉടനെ തന്നെ ഇവിടേക്ക് വരികയും ചെയ്തു. നീ എന്താണ് മറയ്ക്കാനായി ശ്രമിക്കുന്നത്? അവളും തനിക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. ആ സമയം പെട്ടെന്ന് അവിടുത്തെ ഓട്ടോമാറ്റിക് കാറും ഓൺ ആകുന്നു. ആ കാറും റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ കില്ലർ ഡേഞ്ചറസ് ആയിട്ടും സോബോങ്ങിനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലാണ്. അത് മൂവ് ചെയ്യാനായി തുടങ്ങുന്നു. കില്ലറും അത് കണ്ടിട്ട് പേടിച്ചു നിൽക്കുന്ന സമയം അവളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അയാളും അവളെ ഫോളോ ചെയ്ത് പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് അവിടെ നിന്നും കൊണ്ടുപോകാനായി ശ്രമിക്കുന്നു. ശേഷം കാർ പാർക്കിങ്ങിലേക്ക് എത്തുന്നു. എന്നിട്ട് ഒരു കാറിൽ അവളെയും പിടിച്ചു കയറ്റുന്നു. അയാളും അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകാനായി നിൽക്കുന്ന സമയം പെട്ടെന്ന് ഓട്ടോമാറ്റിക് കാർ ഇവരുടെ കാറിന് മുന്നിലായി വന്ന് നിൽക്കുന്നു. അയാൾക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അയാളും ആ കാറിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ആ കാറും ഇയാളുടെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അയാളെ ഒരിടത്തും പോകാനാകാതെ ആ കാറും ബ്ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ആകുന്നു. ഇതെന്താ സംഭവമെന്ന് അയാൾക്കും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ കില്ലറുടെ അടുത്തേക്ക് നടന്നു വരുന്നതായി കാണിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, റോബോ നാംഷനായിരുന്നു. അയാളും ആ കാർ എടുത്ത് പോകാനായി ശ്രമിക്കുമ്പോൾ റോബോ നാംഷനും ആ കാർ തടഞ്ഞു നിർത്തുന്നു. അയാൾക്ക് ഓടിക്കാനേ ആകുന്നില്ല. അവനും ആ കാറിനിട്ട് ഒരിടി കൊടുക്കുന്ന സമയം ആ കാർ മുഴുവനായിട്ടും നശിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം സോബോങ്ങിനെ ആ കില്ലറും കിഡ്നാപ്പ് ചെയ്യാനായി ശ്രമിച്ചത് നമ്മൾ കണ്ടിരുന്നു. അവളും ഒരു കാറിന്റെ ഡിക്കിയിലാണുള്ളത്. അവളും അവിടെ കിടന്ന് നിലവിളിക്കുന്നു. അപ്പോഴാണ് റോബോ നാംഷിനെയും കാണിക്കുന്നത്. അവനാണെങ്കിൽ ഡയറക്ടറുടെ സെക്രട്ടറി സോബോങ്ങിന് മെസ്സേജ് അയച്ച ശേഷം ആ ഫോണും ലേഡിയുടെ ബാഗിൽ കൊണ്ട് വെക്കുന്നത് അവനും കണ്ടിരുന്നു. അവനും വന്ന് ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അവനും അത് ഹാക്ക് ചെയ്യുന്ന സമയം സോബോങ്ങിന് ഇയാൾ അയച്ച മെസ്സേജും അതിനകത്ത് കാണുന്നുണ്ട്. അവനും അവളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു. അവനുടനെ തന്നെ ലേഡി അവന് വേണ്ടി ഫിക്സ് ചെയ്ത ആ മാനുവൽ മോഡ് മാറ്റിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. അവനും ആ കാറ് ഇടിച്ചു തകർക്കുന്നു. അവളും ഓർക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നീ വരുമെന്ന് എന്നൊക്കെ അവളും പിറുപിറുക്കുന്നുണ്ട്. ആ സമയം റോബോ നാംഷനും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനെ കാണുന്നതും അവളും പൊട്ടിക്കരയുന്നു. അവനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയം കില്ലറും ഉണർന്നിട്ടുണ്ടായിരുന്നു. അവനും ആ കാറിലെ ഡാഷ് ക്യാമും എടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും ഓടിപ്പോകാനായി ശ്രമിക്കുന്നു. എന്നിട്ട് ഡയറക്ടറുടെ സെക്രട്ടറിയോട് നാംഷിൻ അവിടേക്ക് വന്നിരുന്നു. അവനൊരു മനുഷ്യനല്ല, അവൻ മനുഷ്യനാകാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. റോബോ നാംഷനും അയാളുടെ GPS ട്രേസ് ചെയ്ത് ഒരു ബൈക്കും എടുത്ത് പോകുന്നു. സിഗ്നലിൽ കാർ നിർത്തുന്ന സമയം അയാളും അതിൽ നിന്നും ഇറങ്ങി ഓടാനായി ശ്രമിക്കുന്നു. റോഡിന്റെ മറുവശത്തായി ഡയറക്ടറുടെ സെക്രട്ടറിയും അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ അയാൾക്കും ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇത് കണ്ടിട്ട് ആ സെക്രട്ടറിയും ഷോക്കാകുന്നു. റോബോ നാംഷനും ഇക്കാര്യം കാണുന്നുണ്ട്. അവനും ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് പോയിരിക്കുന്നു. അവനും ചുറ്റും നോക്കുന്നുണ്ട്. ആ സെക്രട്ടറിയും അവൻ കാണാതെ ഒളിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയോ അയാൾ കാറുമെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അയാൾ പോകുന്നത് കില്ലറും കാണുന്നുണ്ടായിരുന്നു.
പറയുന്നു. റോബോനാംഷനും ആംബുലൻസ് ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണെന്ന് പറയുന്നുണ്ട്. അയാളും നീ ആരാണ് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. ആംഷനും അയാളുടെ കണ്ണുകളും അടച്ച് ആ ഡാഷ് ക്യാമും അയാളുടെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ടു പോകുന്നു. ആ സമയം കല്യാണം നടക്കേണ്ടടുത്ത് കല്യാണ ചെക്കനും ഇവിടെ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. എന്റെ കൊച്ചുമകന് കുറച്ച് പിടിവാശി കൂടുതലാണ്. ഇന്നെന്തായാലും ഈ ചടങ്ങ് നടക്കില്ല. നിങ്ങളെ എല്ലാവരെയും മറ്റൊരു ദിവസം ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് എന്ന് എല്ലാവരോടുമായി പറയുന്നു. ഇത് കണ്ടിട്ട് ലേഡിയും വിഷമിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ആ സമയം ഇയനയും അവളുടെ അച്ഛന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ചെയർമാനും അവളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അവനെ നന്നായി നോക്കി വളർത്തിയില്ല, അതിനവളും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരുപാട് നാള് അവന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഇനിയും അവനെ കാത്തിരിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അവളുടെ അച്ഛനോട് അവളും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം റോബോനാംഷനും സോബോങ്ങിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. അവളും അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. റോബോനാംഷനും ആംബുലൻസ് വിളിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിയാവില്ല, നീ എന്നെ ആ ബാക്കിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ശേഷം ആ ലേഡിയും അവനെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കിട്ടുന്നില്ല. സോബോങ്ങിനെ ഞാൻ വിളിച്ചു, അവളും എടുക്കുന്നില്ല. മിക്കവാറും അവർ ഒരുമിച്ചായിരിക്കും. അവൻ ആ മാനുവൽ മോഡും റിമൂവ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അവനിപ്പോൾ ഒരു കൺട്രോളും ഇല്ലാതെയാണ് പോയിരിക്കുന്നത്. അതിന് അസിസ്റ്റന്റും ഈ കല്യാണം മുടങ്ങിയത് എന്തായാലും നന്നായി. എന്തായാലും അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ചെയർമാൻ എന്തായാലും ഇനി കല്യാണക്കാര്യത്തെ കുറിച്ച് അവനോട് പറയില്ല. ശേഷം റോബോനാംഷനും അവിടേക്ക് എത്തുന്നുണ്ട്. അവന്റെ അമ്മയും അവനെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ മാനുവൽ മോഡ് റിമൂവ് ചെയ്തിട്ട് പോയത്? നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നീ എന്തുകൊണ്ടാ ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത്? അതിനവനും എനിക്ക് ഇത്തവണ അമ്മ പറയുന്നത് കേൾക്കാൻ സാധിച്ചില്ല. അസിസ്റ്റന്റും നീ സോബോങ്ങിന്റെ കൂടെ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനവനും ഞാൻ കാരണം അവളെ ഒരാൾ അറ്റാക്ക് ചെയ്തു. ലേഡിയും നീ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഞാൻ നിന്നോട് അവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞതല്ലേ? നിന്നെ ഞാനല്ലേ ക്രിയേറ്റ് ചെയ്തത്? നീ എന്റെ ശരിക്കുമുള്ള മകൻ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യനായ നാംഷനെ പോലെ അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു റോബോട്ട് നിങ്ങളുടെ യഥാർത്ഥ മകനായി മാറില്ലേ? എന്നിട്ട് അവനും ടിവിയിൽ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ച് നാംഷിനെ ഫോളോ ചെയ്ത അതേ ആള് തന്നെയാണ് സോബോങ്ങിനെ ഇന്ന് അറ്റാക്ക് ചെയ്യാനായി ശ്രമിച്ചത്. അയാൾ എന്തായാലും ഡയറക്ടറുടെ ആളായിരിക്കണം. പക്ഷെ അയാൾ ഇന്നൊരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. നിങ്ങളോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അവരും അവിടെ നിന്ന് പോകുന്ന സമയം റോബോനാംഷനും സോബോങ് ഇപ്പോ ഹോസ്പിറ്റലിലാണ്, ഞാനിപ്പോൾ പോവുകയാണെന്ന് പറയുന്നു. അതിന് ഡേവിഡും അമ്മയ്ക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ അവളോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഡോക്ടറും ഇവരോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, നമ്മൾ ആ അൾട്രാസൗണ്ട് ട്രീറ്റ്മെന്റ് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അത് വർക്കാകുന്നു. ഡോക്ടറും നമ്മളിത് വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി പ്രശ്നങ്ങൾക്ക് വകവയ്ക്കുകയുള്ളൂ. ചിലപ്പോൾ അവന് സ്ട്രോക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട്. ആ ലേഡിയും കരയുന്നു. ശേഷം സെക്രട്ടറിയും ഡയറക്ടറോട് ആ കില്ലറിനെ വിളിച്ചിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത് നാംഷൻ ഒരു മനുഷ്യനല്ലെന്നാണ്. അവനൊരിക്കലും മനുഷ്യനാകാൻ സാധിക്കില്ല. ഡയറക്ടറും പോലീസിനും ആ ഡാഷ് ക്യാം കണ്ടെത്താനായില്ലേ? അതിനയാളും എനിക്ക് തോന്നുന്നത് നാംഷൻ അത് എടുത്തുകൊണ്ട് പോയെന്നാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ച് അവനെ കൊല്ലാനായി ശ്രമിച്ചത് ഇതേ ആള് തന്നെയാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാകുമോ? നിങ്ങളാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അതിന് ഡയറക്ടറും ഒന്ന് പതുക്കെ പറയ്, ആ ഡോർ ചെന്ന് അടച്ചിട്ട് വരാനായി ശ്രമിച്ചെന്നുള്ള കാര്യം അവൾക്കും ഉൾക്കൊള്ളാനായി സാധിക്കുന്നില്ല. ശേഷം ആ കില്ലറിന് ആക്സിഡന്റ് ഉണ്ടാക്കിയ ആ കാറിനെ കുറിച്ചും ഇവർ അന്വേഷിക്കുന്നുണ്ട്. അത് സാധാരണ ഒരു ആക്സിഡന്റ് ആണെന്ന് തന്നെയാണ് പോലീസുകാരും പറയുന്നത്. ഡയറക്ടറും എന്നാലും ആ സമയത്ത് തന്നെ അക്കാര്യം നടന്നല്ലോ, ഇതിലെന്തോ കാര്യമില്ലേ എന്ന് അവനും ചിന്തിക്കുന്നു. ഡയറക്ടറും സോബോങ്ങിന് എന്താണ് സംഭവിച്ചതെന്ന് സെക്രട്ടറിയോട് ചോദിക്കുന്നു. സെക്രട്ടറിയും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവിടെയുള്ള എല്ലാ സെക്യൂരിറ്റി ക്യാമറയും വർക്കിംഗ് അല്ലായിരുന്നു. ഞാൻ ആ കമ്പനിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അയാളോട് സംസാരിച്ച സമയം ഒരു കാറ് അയാളുടെ നേർക്ക് വന്നു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ആ ഓട്ടോമാറ്റിക് കാറിന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അയാൾ എന്നോട് പറഞ്ഞത് അയാളുടെ കാറും പാർക്കിംഗ് ഏരിയയിൽ വെച്ച് തന്നെ മൊത്തത്തിൽ ഇല്ലാതായെന്നാണ്. പക്ഷെ ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ ക്ലീൻ ആയിരുന്നു, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് അയാളും പറയുന്നു. ആ സമയമാണ് കമ്പനിയിൽ മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഡേവിഡും ആ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അയാൾ എന്താണ് ആ ചെയർമാന്റെ കമ്പനിയിലേക്കും വരുന്നത്? അയാളും അയാളുടെ ഫേസും ഫിംഗർ പ്രിന്റും ഒക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്. അത് മാച്ചിങ് ആണെന്നും കാണിക്കുന്നു. അയാളും ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുന്നുണ്ട്. അതൊരു ഡേറ്റാബേസ് ആണ്. ആ സമയം ആ ചെയർമാനും അവിടേക്ക് വരുന്നുണ്ട്. ഇവർ തമ്മിലും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ചെയർമാനോട് അയാളും നിങ്ങളും ഒരു മനുഷ്യനെ കൊന്നുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും റോബോനാംഷൻ പിന്തുടർന്നു പോയ ആ കില്ലറിനെ കൊല്ലാനായി ഓർഡർ ഇട്ടത് ഈ ചെയർമാനാണ്. അല്ലെങ്കിൽ അയാൾ അവൻ റോബോട്ടാണെന്ന കാര്യം മറ്റെല്ലാവരോടുമായി പറയില്ലേ? അവനെങ്ങാനും മറ്റൊരാളോട് ഇക്കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും പുറം ലോകം അറിയും. നാംഷൻ 3യുടെ ഡേറ്റാ സെന്ററിന്റെ കാര്യം മറ്റാരും അറിയരുതെന്നാണ് എന്റെയും താല്പര്യം. ശരിക്കും നാംഷൻ 3യെ നിർമ്മിച്ചത് ആ ലേഡി തന്നെയാണ്. പക്ഷെ അതിന്റെ ഫണ്ട് കൊടുത്തത് PK ഗ്രൂപ്പാണ്. റോബോട്ടിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുള്ള ഫണ്ട് ആ ലേഡിക്ക് കൊടുത്തതും ഈ ഡേവിഡ് ആണ്. ആൾ കൊടുത്തത് ചെയർമാൻ കൊടുത്തയച്ച പണമാണ്. പക്ഷെ ഇക്കാര്യം ആ ലേഡിക്ക് അറിയില്ല. ഡേവിഡും അവളാണെങ്കിൽ അവളുടെ മകനെ മിസ് ചെയ്തത് കൊണ്ടാണ് ഒരു റോബോട്ടിനെ നിർമ്മിച്ചത്. ചെയർമാനും ഞാനാണ് അവളുടെ സ്പോൺസർ
സ്പോൺസർ എന്ന് അവൾ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും അത് താങ്ങാനാകില്ല. അയാളും യഥാർത്ഥ നാംഷിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൻ എങ്ങനെയുണ്ട്? അപ്പോൾ യഥാർത്ഥ നാംഷിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ ചെയർമാനും അറിയാം. ഡേവിഡും അവൻ ഇനിയും കോമയിൽ നിന്ന് ഉണർന്നിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല അവൻ ഉണരുമെന്ന്. അത്രയ്ക്കും വീക്കായിട്ടുള്ള സ്റ്റേജിലാണ് അവൻ ഇപ്പോൾ ഉള്ളത്. ആ റോബോട്ട് കല്യാണത്തിൽ നിന്നും പിന്മാറിയത് ആ സോബോങ്ങിന് വേണ്ടിയിട്ടാണല്ലേ? നീ അതിനെക്കുറിച്ച് തറഫായിട്ട് ചെക്ക് ചെയ്യണം. അവൻ ഇനി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാനായി പാടില്ല. ചെയർമാനും അവന്റെ ബ്രെയിനിലുള്ള കാര്യങ്ങളല്ലേ ഇവിടെയെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്റെ കമ്പനിയുടെ ഫ്യൂച്ചർ ഉള്ളത് ഇപ്പോൾ അവന്റെ ബ്രെയിനിലാണ് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ശേഷം റോബോനാംശനും ഹോസ്പിറ്റലിൽ സോബോങ്ങിനെ കാണാനായി വരുന്നു. അവളും അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയെ നീ കണ്ടിരുന്നോ? എന്താണ് അവർ പറഞ്ഞത്? നിന്നെ അവർ വഴക്ക് പറഞ്ഞോ കല്യാണത്തിൽ നിന്നും ഓടിപ്പോയതിന്? അവനും അതേന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അത് കേട്ടിട്ട് അവളും, നീ എന്തായാലും ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് അമ്മയോടും അസിസ്റ്റന്റിനോടും ക്ഷമ ചോദിക്കണം. ഞാനാണ് നിന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് അവരോട് നീ പറയണം. അവളും അവനോട് അവിടെ നിന്ന് പോകാനായി പറയുന്ന സമയം അവനും പോകുന്നു. ശേഷം അവളും ഉറങ്ങുന്ന സമയം അവൾ ആ ഷോക്കിൽ നിന്നും ഇതുവരെ റിക്കവർ ആയിട്ടില്ല. അവളും ഉറക്കത്തിൽ പേടിക്കുന്നു. അവളുടെ അടുത്ത് തന്നെ റോബോനാംശനും ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ഇവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളും ഉണരുന്നു. അവൾ നോക്കുമ്പോൾ റോബോനാംശൻ അടുത്ത് തന്നെയുണ്ട്. അവനും, എനിക്കറിയാം നീ ഇതുപോലെ ആയിരിക്കുമെന്ന്. എന്തുകൊണ്ടാ നീ ടഫായിട്ട് ആക്ട് ചെയ്തത്? സ്വബോങ്ങും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വീട്ടിലേക്ക് പോകാനായി, നീ എന്താ പറഞ്ഞ കേൾക്കാത്തതെന്ന് പറയുമ്പോൾ അവനും അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുന്നു. അവളും അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. റോബോനാംശനും, എന്നെ സഹായിക്കുന്ന സമയത്ത് നിനക്കും വളരെ മോശമായ കാര്യങ്ങളാണ് സംഭവിച്ചത്, എന്നോട് നീ ക്ഷമിക്കണമെന്ന് പറയുന്നു. അതിനവളും, ഇത് നിന്റെ തെറ്റല്ലല്ലോ, ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നു. റോബോനാംശനും, ഞാൻ എന്തായാലും ഇന്ന് പോകുന്നില്ല, ഞാൻ ഈ രാത്രി മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ സമയം അവൾക്കും വിശക്കുന്നുണ്ടെന്ന കാര്യം അവനും മനസ്സിലാകുന്നു. അവനും അവളെ അത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ശേഷം അവനും അവൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. അവളും എല്ലാം വരിച്ച് വാരി കഴിക്കുന്നുണ്ട്. അവളും പറയുന്നുണ്ട്, ആ കില്ലറുടെ കയ്യിൽ നിന്നും ആ ഡാഷ് ക്യാം എന്റെ കയ്യിൽ കൊണ്ടുവരണം, ഞാനത് സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ നിനക്കത് ആപത്തായിരിക്കും. ശേഷം അവനും അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. അവൾക്കും അതിഷ്ടമാകുന്നു. എന്നിട്ട് അവനും അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. അവനും പറയുന്നുണ്ട്, എനിക്കിതുവരെ ഒരു കൂട്ടുകാരെയും കിട്ടിയിട്ടില്ല, എനിക്കൊരു അമ്മയുണ്ട്, പിന്നെ ഡേവിഡ് ഉണ്ട്, ശരിക്കുമുള്ള ഒരു മനുഷ്യനായ ഫ്രണ്ട് എനിക്കില്ല, നീ എന്റെ ഫ്രണ്ട് ആകാമോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അവളും അതിന് സമ്മതിക്കുന്നുണ്ട്. അവനും പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും, നീയാണ് എന്റെ ഏറ്റവും ആദ്യത്തെ സുഹൃത്ത്. അവനും അത് സന്തോഷമാകുന്നു. സ്വഭാവം, അങ്ങനെയാണെങ്കിൽ ഈ ഫ്രണ്ടിനോട് നീ ഒരു കാര്യം പറയ്, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും നാംഷിനെ പോലെ അഭിനയിച്ചുകൊണ്ട് ഇരിക്കാനായി പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനവനും, ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവളോട് ചോദിക്കുന്നു. അതിനവളും, നീ എന്തിനാ അത് എന്നോട് ചോദിക്കുന്നത്? ഇനി ഒരിക്കലും നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരില്ല, നീ എന്ത് കാര്യം ചൂസ് ചെയ്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ശേഷം അവനും അവളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. രാവിലെ അവളും എഴുന്നേറ്റ് നോക്കുന്ന സമയം റോബോനാംശനും അവൾക്കൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും എന്ന് അവനും എഴുതി വെച്ചിരിക്കുന്നു. ശേഷം ഡയറക്ടറും വന്ന് നോക്കുന്ന സമയം എനയെ അവിടെ നിന്ന് കാണാനില്ല. അവിടുത്തെ സ്റ്റാഫും എന്നെ ഒരു ട്രിപ്പിന് പോയിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവളാണെങ്കിൽ ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് യഥാർത്ഥ നാംഷനുള്ള വീട്ടിലേക്കാണ് വരുന്നത്. ലേഡിയും ചോദിക്കുന്നുണ്ട്, നീ ലഗേജുമായി എങ്ങോട്ട് പോവുകയാണെന്ന്. അതിനവളും, എനിക്ക് നാംഷിന്റെ കൂടെ ആയിരിക്കണം, അതുകൊണ്ട് ട്രിപ്പിനാണെന്ന് പറഞ്ഞ് ഞാൻ ലഗേജും എടുത്ത് ഇറങ്ങി. ലേഡിയും അവളോട് ഒരു കാര്യം ചോദിക്കുന്നു, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നിന്റെ അച്ഛനല്ല നാംഷിനെ ഈ സ്ഥിതിയിലാക്കിയതെന്ന്? ഡേവിഡ് പറയുന്നുണ്ട്, നീ ഒന്ന് മതിയാക്ക്, നമുക്കറിയില്ലല്ലോ അയാൾ തന്നെയാണോ നാംഷിന്റെ ആക്സിഡന്റിന് കാരണമെന്ന്. എനയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഡേവിഡും, അവൾ അങ്ങനെ തന്നെയാണ്, നീ അകത്തേക്ക് പൊക്കോളാനായി അവളോട് പറയുന്നു. ലേഡിയും, അവൾ നാംഷിന്റെ കൂടെ ഇരിക്കുന്നതിന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അവളും നാംഷിന്റെ അടുത്തേക്ക് വന്ന്, ഞാൻ ഇനി എന്താ ചെയ്യുക? എന്റെ അച്ഛൻ ഇത്രയും ക്രൂരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഒരാളെ കൊല്ലാൻ മാത്രം ഇത്രയും ദുഷ്ടനാണോ? അച്ഛന്റെ ഭാഗത്തു നിന്നും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് നിന്ന് കരുതിന്. അവനും, സോബോങ്ങിന് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവളെ കാണാനായി പോകേണ്ടി വരും. ഇക്കാര്യം ആ ലേഡിയും കേട്ടുകൊണ്ട് വന്നിട്ട്, പിന്നെ എന്തിനാ ഇവിടേക്ക് തിരിച്ചു വന്നത്? അവളുടെ കൂടെ ആ ഹോസ്പിറ്റലിൽ നിന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നു. സോബോങ് എന്റെ ഫ്രണ്ടാണ്, ഞാൻ കാരണം അവൾക്ക് ഇനി ഒരു കുഴപ്പവും സംഭവിക്കാനായി പാടില്ല. അമ്മയും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ അമ്മയ്ക്ക് പ്രോമിസ് തന്നിട്ടുള്ളതാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. അതിനവരും, എനിക്ക് ജോലികൾ കൃത്യമായി ചെയ്യുന്ന ഒരു നാംഷിനെ അല്ല വേണ്ടത്, എനിക്ക് യഥാർത്ഥ നാംഷിനെയാണ് വേണ്ടത്, നിനക്ക് അത് പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി അത് ചെയ്യാനായി പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് വഴക്കിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം ഡയറക്ടറും ഇവനെ വിളിക്കുന്നുണ്ട്. ഇവനും അയാളെ കാണാനായി പോകുന്നു. നീ എന്തിനാ കല്യാണത്തിൽ നിന്നും ഓടിപ്പോയത്? എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് അവനോട് പറയുന്നു. അതിനവനും, എന്നെക്കാളും കൂടുതൽ നിങ്ങളാണ് അവളെ വേദനിപ്പിക്കുന്നത്. അയാളും, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. റോബോനാംശനും അവൾ സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യനെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഒന്നാലോചിക്കാനായി പറയുന്നു. നിങ്ങൾ മറന്നുപോയെന്ന് മാത്രം നിങ്ങൾ എന്നോട് പറയരുത്. അതിനയാളും, നിനക്കെന്തോ തെറ്റുപറ്റിയതാണ്, നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനവനും, എന്നെ കൊല്ലാൻ ശ്രമിച്ച അതേ ആള് തന്നെയാണ് സോബോങ്ങിനെ തട്ടിക്കൊണ്ടു പോകാനായി ശ്രമിച്ചത്, അതൊന്നും താങ്കൾക്ക് അറിയാതിരിക്കാൻ
ചെയ്യാൻ ഒരു ചാൻസുമില്ല. പക്ഷേ അയാൾ അതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതിനവനും എന്തെങ്കിലും പ്രൂഫ് ഇല്ലാതെ ഞാനിതെല്ലാം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരെ ഉപദ്രവിക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെ തിരിച്ച് നിങ്ങളെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതെന്റെ അവസാനത്തെ വാർണിംഗ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഡയറക്ടറും സെക്രട്ടറി പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. അവൻ മനുഷ്യനല്ല എന്നുള്ള കാര്യമാണ് കില്ലറും അയാളോട് പറഞ്ഞത്. ഡയറക്ടറും നീ ആരാണ് എന്ന് റോബോ നാംചിനോട് ചോദിക്കുന്നു. അതിനവനും ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം സോബോങ്ങും ജേർണലിസ്റ്റ് ഫ്രണ്ടിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അവളും ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആസ പറയുന്നു എന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുന്നു. അവളും അത് കണ്ട് അതിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. അപ്പോഴേക്കും റോബോനാംശനും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് അവനോടും ചോദിക്കുന്നുണ്ട്. ഞാനില്ലാത്ത സമയത്ത് അവൻ നിന്നോട് സംസാരിക്കുന്നതായിരിക്കും. അവൻ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഞാൻ പതിയെ നിനക്കതെല്ലാം പറഞ്ഞു തരാമെന്ന് പറയുന്നു. സോബോങ്ങും അവനോട് ചോദിക്കുന്നുണ്ട്, ആ കമ്പനിയിൽ നീ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു? അവിടെ കില്ലർ വന്ന കാറും എല്ലാം തന്നെ നശിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അതിനവനും ഞാനും അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ CCTVയും ഞാൻ ചെക്ക് ചെയ്തു. പക്ഷെ അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും അതിലുണ്ടായിരുന്നില്ല. ആരോ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോബോങ്ങും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയർമാൻ ചെയ്യുന്നതാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അവനും അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ആ സമയം ഡേവിഡും അവളെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ജേർണലിസ്റ്റ് ഫ്രണ്ടും അവളുണ്ടായിരുന്ന റൂമിലേക്കും എത്തുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു കാറിന്റെ ഡാഷ് ക്യാം കിടക്കുന്നത് ഇവളും ശ്രദ്ധിക്കുന്നത്. അത് ശരിക്കും ആ കില്ലർ എടുത്തു വെച്ച അതേ കാര്യമാണ്. ഡേവിഡും അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ അവന്റെ ഫ്രണ്ട് ആണോ എന്നുള്ളത്. ഞാൻ അവന്റെ അമ്മയോട് സംസാരിച്ചു. അവൾ വളരെ ദുഃഖത്തിലാണ്. അവൻ അവളോട് പറഞ്ഞത് അവന് തോന്നുമ്പോൾ മാത്രമേ അവൻ മനുഷ്യനായ നാംഷിനെ പോലെ ആക്ട് ചെയ്യൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അവൾ വളരെ അപ്സെറ്റ് ആണ്. അവൻ എന്താണ് അമ്മയോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഡേവിഡും എന്തായാലും നല്ല കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അവൾ വളരെ ദേഷ്യത്തിലാണ്. അവളും അവനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് മനുഷ്യനായ നാംഷിനെ പോലെ അവനെ വേണമെന്ന്. അവൻ നീ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. അവളിനി ഇത് കാരണം മറ്റെന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളും എന്താ കാര്യമെന്ന് അയാളോട് തിരക്കുന്നു. പക്ഷെ ഒന്നും അയാളും ഇവളോട് പറയുന്നില്ല. അയാളും ഉദ്ദേശിക്കുന്നത് കിൽ സ്വിച്ചിന്റെ കാര്യമാണ്. അവൻ എന്തെങ്കിലും കൺട്രോൾ ഇല്ലാതെ ബിഹേവ് ചെയ്താൽ അവൾ അത് ഉപയോഗിക്കാനും മടിക്കില്ല. അയാളും അവനൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടിയല്ലേ, അവൻ എന്തായാലും കൂടുതൽ വളർന്നിട്ടുണ്ട്. ഇനി അവനൊരു ഗേൾ ഫ്രണ്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ കുറച്ചുകൂടി പെർഫെക്റ്റ് ആകുമെന്ന് പറയുന്നു. ശേഷം അവളും റൂമിലേക്ക് വരുന്ന സമയം ആ ജേർണലിസ്റ്റ് ഫ്രണ്ടും അവിടെ ഉണ്ടായിരുന്നില്ല. സോബോങ്ങും വിഷമിച്ചിരിക്കുകയാണ്. ഡേവിഡ് പറഞ്ഞ ആ ലേഡി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞത് ആ കിൽ സ്വിച്ചിനെ കുറിച്ചായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മെയ്ബോയും ഒരു ഡാൻസ് കളിച്ച് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് കാണുമ്പോൾ അവൾക്കും സന്തോഷമാകുന്നു. ശേഷം റോബോനാംശനും അവളെ വിളിക്കുന്നുണ്ട്. നീ എന്റെ ബോഡി ഗാർഡായി വീണ്ടും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ? അതിനവളും എന്തായാലും നിന്റെ കല്യാണം മുടങ്ങിയതില് എല്ലാവരും കാരണം നോക്കിയിരിക്കുകയാണ്. ഞാൻ ഇനി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് തെറ്റിദ്ധരിക്കാനായി സാധ്യതയുണ്ട്. ശേഷം ആ ഡോക്ടറും മനുഷ്യനായ നാംഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാളും ആ അൾട്രാസൗണ്ട് ഡിവൈസ് അവനിൽ നിന്നും എടുത്തു മാറ്റാനായി ശ്രമിക്കുമ്പോൾ ലേഡിയും അത് തടയുന്നു. അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുമെന്ന് അയാളും പറയുന്നുണ്ടെങ്കിലും അവർ അത് കേൾക്കുന്നില്ല. അവൻ എന്തായാലും ഉണർന്നേ മതിയാകൂ. ഈ ഡിവൈസ് കൊണ്ടാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ എന്റെ മകനെ തൊട്ടു പോകരുത് എന്ന് പറയുന്നു. ശേഷം ഇന്ന് റോബോനാംശൻ അവരോട് പറഞ്ഞ കാര്യം അവരും ഓർക്കുന്നുണ്ട്. അവരും അവിടെ ഇരിക്കുന്ന ഒരു ലോക്കറും തുറന്നു നോക്കുന്നുണ്ട്. അതാണ് കിൽ സ്വിച്ച്. അവരും റോബോനാംശനെ കുറിച്ച് ഓർക്കുന്നു. അവരത് ഉപയോഗിക്കാനായി പോവുകയാണ്. അത് കണ്ടിട്ട് ഡേവിഡും അവിടേക്ക് വരുന്നു. നീ എന്താണ് ഈ ചെയ്യാനായി പോകുന്നത്? നീ എന്തിനാണ് ഇപ്പോൾ ഈ കിൽ സ്വിച്ച് ഇവിടേക്ക് എടുത്തത്? നീ അവനെ കൊല്ലാനായി പോവുകയാണോ? അതിനവരും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അവനൊരു റോബോട്ടാണ്. അവൻ വീണ്ടും വീണ്ടും വിയേർഡായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളും അവരെ വഴക്ക് പറയുന്നു. അവൻ റോബോട്ടാണ്. അവൻ വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നതല്ല, അവൻ പ്രോഗ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൻ ഇനിയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നോർത്ത് നീ പേടിച്ചിരിക്കുകയാണോ? അവൻ ഇനിയും പ്രോഗ്രസ് ചെയ്ത് നിന്റെ മനുഷ്യനായ മകനെ ഉപദ്രവിക്കുമെന്നാണോ നീ കരുതുന്നത്? നീ ഒരു നല്ല സയന്റിസ്റ്റ് തന്നെയാണ്, പക്ഷെ നീ ഒരു നല്ല അമ്മയല്ല എന്ന് പറഞ്ഞു. ശേഷം അസിസ്റ്റന്റും അവന്റെ റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയം റോബോനാംശൻ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവൻ ഓഫീസിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇയാൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ശേഷം അവനും ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവനെ കാത്ത് സോബോങ്ങും നിൽക്കുന്നുണ്ടായിരുന്നു, ബോഡി ഗാർഡിന്റെ വേഷത്തിൽ. അവിടെയുള്ളവരെല്ലാം തന്നെ ഇവരെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവൻ കല്യാണത്തിൽ നിന്ന് ഓടിപ്പോയിരുന്നല്ലോ. അവനും അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇവരും പോകുന്ന സമയമാണെങ്കിൽ അവരെ രണ്ടുപേരെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. അവളും അവനോട് റെസ്റ്റ് റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് ആ ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു. അവൻ എപ്പോഴും നിങ്ങളെ അമ്മയെന്നാണ് വിളിക്കുന്നത്. നിങ്ങളാണ് അവന്റെ ഒരേ ഒരു ഫാമിലി, അവന്റെ ക്രിയേറ്റർ, അവന്റെ ഫ്രണ്ട് എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അവന്റെ അമ്മയാണെങ്കിൽ അവനോടും മകനായി തന്നെ പെരുമാറണം. നിങ്ങളുടെ മകനെ നിങ്ങൾ കൊല്ലാനായി പാടില്ല. ഇത് കേൾക്കുമ്പോൾ അവരും ഷോക്കാകുന്നു. അവളും തനിക്ക് കിൽ സ്വിച്ചിനെ കുറിച്ച് അറിയാമെന്ന് അവരോട് പറയുന്നു. അവര് പേടിച്ചിട്ട് അവനാണോ നിന്നോട് കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനവളും അവൻ അറിയാമായിരുന്നെങ്കിൽ നിങ്ങളെ കാണുന്ന സമയം
അവൻ അങ്ങനെ ചിരിക്കില്ലായിരുന്നു. അവന് ചിലപ്പോൾ ഇമോഷൻസ് ഇല്ലായിരിക്കും, പക്ഷെ എപ്പോൾ ചിരിക്കണമെന്ന് അവന് നന്നായി അറിയാം. ശരിക്കും നിങ്ങൾ അവന്റെ അമ്മയാണെങ്കിൽ ആ ഒരു ഡിവൈസ് നശിപ്പിക്കാനായി ശ്രമിക്കണം. അവന് ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യരുത്. ശേഷം റോബോ നാംഷിന്റെ അടുത്തേക്ക് പോകുന്നു. അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളും അക്കാര്യം അവനോട് ചോദിക്കുന്നു. ഞാൻ മനുഷ്യന്മാരെ കുറിച്ച് കുറച്ച് കൂടുതലായി അടുത്തറിയാനായി ശ്രമിക്കുകയാണ്. എനിക്ക് നിന്നെ കുറിച്ചും കൂടുതലായി അറിയണം. അവളും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആ നിമിഷം അവൻ എന്നോട് ഇക്കാര്യം പറഞ്ഞ നിമിഷം ഞാൻ ആദ്യമായി ഒരു കാര്യം ചിന്തിച്ചിരുന്നു. എന്റെ മുന്നിലിരിക്കുന്നത് എന്നെ പോലെ ഒരു മനുഷ്യനായിരുന്നെങ്കിലെന്ന്. ആ സമയം ഇവിടെ യഥാർത്ഥ നാംഷിനെ കാണിക്കുകയാണ്. അവന്റെ ബ്രെയിനിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശേഷം അവന്റെ കൈയും അനങ്ങുന്നതായി കാണിക്കുന്നു. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം കോമയിലായിരുന്ന നാംഷിനും കൈ അനക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശേഷം അസിസ്റ്റന്റും അവനെ കാണാനായി അവിടേക്ക് വരുന്നു. അപ്പോഴാണ് അയാളും അവന്റെ കൈ അനങ്ങുന്നതായി ശ്രദ്ധിക്കുന്നത്. ഇക്കാര്യം ഡേവിഡും ലേഡിയെ വിളിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്കും സന്തോഷമാകുന്നു. അവർ വേഗം തന്നെ അവിടേക്ക് എത്താൻ ശ്രമിക്കുന്നു. ശേഷം റോബോ നാംഷിനും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളും ചോദിക്കുന്നുണ്ട്, നീ ഇതെന്താ ചെയ്യുന്നതെന്ന്. ഞാൻ ആൾക്കാരെ മനസ്സിലാക്കാനായി ശ്രമിക്കുകയാണെന്ന് അവനും പറയുന്നു. എനിക്ക് നിന്നെ കുറിച്ചും കൂടുതലായും അറിയണം. അതിനവളും, നീ എന്തിനാ എന്നെ കുറിച്ച് അറിയുന്നത്? അതിനവനും, ഞാൻ മനുഷ്യന്മാരുടെ ഫീലിംഗ്സ് അവരുടെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. എനിക്കിപ്പോൾ നിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഒന്നും അങ്ങനെ കഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് അവളോട് ചോദിക്കുന്നു. അതിനവളും, ഞാനിപ്പോൾ ആഗ്രഹിച്ചത് നീ ഒരു റോബോട്ട് അല്ലായിരുന്നെങ്കിലെന്നാണ്. അതിനവനും, അതെന്തുകൊണ്ടാ? ഞാനൊരു റോബോട്ടാണല്ലോ. അവളും പെട്ടെന്ന് തന്നെ വിഷയം മാറ്റിയിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് അവനോട് പറയുന്നു. ശേഷം ലേഡിയും അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവർ വരുന്ന സമയം അവന്റെ കൈ അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഡേവിഡും CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതില് അവന്റെ കൈ അനങ്ങുന്നത് അവരും കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അവർക്കും സന്തോഷമാകുന്നു. ഡോക്ടറും അതൊരു നല്ല സൂചനയാണ്, അവൻ ഉടനെ തന്നെ എഴുന്നേൽക്കുമെന്ന് അവരോട് പറയുന്നുണ്ട്. അവരും, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡേവിഡും അവരെ സമാധാനിപ്പിക്കുന്നു. അവരും ഒരു കാര്യം പറയുന്നുണ്ട്, റോബോ നാംഷിൻ ഒരിക്കലും ഇക്കാര്യം അറിയാൻ പാടില്ല. അതിന് ഡേവിഡും, അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനായിരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതിനാൽ ലേഡിയും, അങ്ങനെയല്ല, സോബോങ്ങും ഇതറിയാൻ പാടില്ല. അവൾ അവന്റെ ബോഡി ഗാർഡായി തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നോട് അവൾ കിൽ സ്വിച്ച് മാറ്റാനായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് അത് കേട്ട് ഷോക്കായിട്ട്, അവൾക്ക് കിൽ സ്വിച്ചിന്റെ കാര്യം അറിയാമോ? അതിനവരും, അവൾക്കറിയാം. ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെയധികം അടുപ്പമാണ് അവർ തമ്മിലുള്ളത്. അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കിൽ സ്വിച്ചിന്റെ കാര്യം അവൾ അവനോട് പറയും. ഡേവിഡും, എന്താ അവൻ സത്യങ്ങൾ അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. അതിനവരും, ഇപ്പോൾ തന്നെ അവൻ എന്നെ അനുസരിക്കുന്നില്ല. അവൻ സ്വന്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അവൻ കിൽ സ്വിച്ചിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യാനായി അവൻ സമ്മതിക്കില്ല. യഥാർത്ഥ നാംഷിൻ ഉണർന്നതിന് ശേഷം അവൻ അവന്റെ അടുത്തുണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണെന്ന് പറയുന്നു. അതിന് ഡേവിഡും, യഥാർത്ഥ നാംഷിനോ? അപ്പോൾ മറ്റവൻ ഫേക്ക് ആണെന്നാണ് നീ പറയുന്നത്? അവനെ നീ മകനായിട്ട് പോലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലേ? അതിനവരും, എന്തായാലും ഒരു നാംഷൻ മാത്രമല്ലേ ഉള്ളൂ. അതിന് അസിസ്റ്റന്റും, ഇപ്പോൾ നാംഷനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അവൻ ഉണർന്ന് ഫുള്ളി റിക്കവർ ആകുന്നത് വരെ അവരുടെ രണ്ടുപേരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യേണ്ടെന്ന് പറയുന്നു. ലേഡിയും, എന്തായാലും അവരോട് ഇക്കാര്യം പറയേണ്ടെന്ന് തീർത്തും പറയുന്നുണ്ട്. ശേഷം സോബോങ്ങും അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ സമയം അവളുടെ ജേർണലിസ്റ്റ് ആയ ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. നീ ഇപ്പോഴും ജോലിക്ക് പോയി തുടങ്ങിയോ എന്ന് ചോദിക്കുന്നു. അതിനവളും, ഞാനിപ്പോഴും നാംഷിന്റെ ബോഡി ഗാർഡായി തന്നെ തുടരാനായി തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനാ ജേർണലിസ്റ്റും, അവനെന്തിനാ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യം? അവൻ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോഴാണ് ഈ ജേർണലിസ്റ്റും ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് സോബോങ്ങിന്റെ മുറിയിൽ നിന്നും ആ ഡാഷ് ക്യാമും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസ് ഇവളും കണ്ടിരുന്നു. ആ വീഡിയോ അവൾ ഇവൾക്കും കാണിച്ചു കൊടുക്കുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് അവളോട് ചോദിക്കുന്നു. അവൻ ശരിക്കും മനുഷ്യൻ തന്നെയാണോ? നീ ഇതിന്റെ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, എല്ലാരും എല്ലാം അറിയട്ടെ എന്ന് പറയുന്ന സമയം സോബോങ്ങും അവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. ശേഷം അസിസ്റ്റന്റും റോബോ നാംഷിന്റെ അടുത്തേക്ക് വരുന്നു. അവനും സോബോങ് ബോഡി ഗാർഡായിട്ട് തിരിച്ചു വന്നു എന്നുള്ള കാര്യം അസിസ്റ്റന്റിനോട് പറയുന്നു. അതിന് അസിസ്റ്റന്റും, നിന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനവനും, നിങ്ങൾ എന്റെ അമ്മയെ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനുഷ്യനായ നാംഷിനെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലേ അവനെ കാണാൻ പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അസിസ്റ്റന്റും, അത് തന്നെയാണ് കാരണമെന്ന് പറയുന്നു. മറ്റൊന്നും തന്നെ ഇവനോട് പറയുന്നില്ല. ഇപ്പോൾ എനിക്കറിയാം നിങ്ങളും മനുഷ്യനായ നാംഷിനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത്. മനുഷ്യനായ നാംഷിൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. എന്ത് കാര്യം വന്നാലും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്. സോബോങ് എന്നെ സംരക്ഷിക്കുന്നത് പോലെ അതുപോലെ മനുഷ്യനായ നാംഷിനെ നിങ്ങളും സംരക്ഷിക്കുകയാണ് അല്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഞാനുമായി ഫ്രണ്ട്സ് ആവാൻ താല്പര്യമുണ്ടോ? ഞാൻ മനുഷ്യനായ നാംഷിനെ പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ അയാൾ അതിനെ കൂട്ടാക്കുന്നില്ല. റോബോ നാംഷിനും, എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുണ്ട്. നിങ്ങളാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എനിക്ക് മനുഷ്യന്മാരുടെ ലൈഫ് എന്താണെന്നും ഒരു ഫ്രണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതുമൊക്കെ എനിക്കും മനസ്സിലായി. ഞാനിനി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊള്ളാം. അതുകൊണ്ട് ഒരു ദിവസം ഞാനും നിങ്ങളുടെ ഫ്രണ്ട് ആകും. കാരണം എനിക്ക് കൂട്ടുകൂടാൻ പറ്റിയ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ.
പക്ഷെ അസിസ്റ്റന്റ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അത് കാണുമ്പോൾ അവനും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ കൂടെ കൂട്ടുകൂടാൻ താല്പര്യമില്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേട്ടാന്ന് വിളിച്ചാലോ? അങ്ങനെയല്ലേ നിങ്ങളെ മനുഷ്യനായി നാംഷൻ വിളിക്കുന്നത്? നിങ്ങൾ എന്തായാലും അത് ചിന്തിച്ചു നോക്കാനായി പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോകുന്നു. അയാൾക്കും ഇവനെ കുറിച്ച് ഓർത്ത് വിഷമമുണ്ട്. ശേഷം ഏനയെ കാണാനായി അവളുടെ അച്ഛനും അവിടേക്ക് വരുന്നു. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് കൂട്ടാക്കുന്നില്ല. നാംഷന് നീയുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല, പിന്നെന്തിനാണ് നീ അവന്റെ വീട്ടിൽ നിൽക്കുന്നത്? അതെല്ലാം കഴിഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. അതിനവളും, ആര് പറഞ്ഞു അത് കഴിഞ്ഞെന്ന്? ആ ബന്ധം ഒരിക്കലും അവസാനിക്കില്ല. അതിനയാളും, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ചിലപ്പോൾ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തെന്നും വരും. അതിനവളും, നിങ്ങളും അവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കേട്ടിരുന്നു. നിങ്ങളെ നാൻഷിനെ കൊലപ്പെടുത്താനായി ശ്രമിച്ച കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തത്? അതിനയാളും, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ഞാൻ ആ ചെയർമാന് വേണ്ടി ഒരുപാട് ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് അയാളുടെ മകനെ ആയിരുന്നു ഇഷ്ടം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും അയാൾ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പക്ഷെ ഇപ്പോഴും അയാൾ എന്നെ കൂടെ കൂട്ടുന്നതിന് കാരണം അയാളുടെ സീക്രട്ട് എല്ലാം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അയാൾ നമ്മളെ ഒറ്റപ്പെടുത്തും. അയാളുടെ സീക്രട്സ് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ എന്നെ കൊല്ലാനും മടിക്കില്ല. എനിക്ക് ചെയർമാന്റെ പൊസിഷൻ വേണം. നിനക്ക് നാംഷിനെ കുറിച്ചുള്ള എന്തോ സീക്രട്സ് അറിയാമല്ലേ? അതിനെക്കുറിച്ച് എന്നോട് പറയാനായി പറയുന്നു. ഇതൊക്കെ കണ്ടിട്ട് അവൾക്കും അച്ഛനെ പേടിയാകുന്നു. നിങ്ങൾ ഒരാളെ കൊല്ലാനാണ് ശ്രമിച്ചത്, എന്നിട്ടും നിങ്ങൾ ഇത്രയും എക്സ്ക്യൂസസ് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ട് അവളും അവിടെ നിന്ന് പോകുന്നു. അത് അയാളും കാണുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ സെക്രട്ടറി വിളിച്ചിട്ട് നാംഷിനെ കുറിച്ച് അവൾക്ക് എന്തോ അറിയാം, അതുകൊണ്ട് അവളെ ഫോളോ ചെയ്യാനായി പറയുന്നു. ശേഷം അവളും നാംഷിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന സമയം അവന്റെ കൈ അനങ്ങുന്നത് അവളും കാണുന്നു. അത് കണ്ടിട്ട് അവളും ഷോക്കാകുന്നു. ലേഡിയും വന്ന് പറയുന്നുണ്ട്, നേരത്തെ തന്നെ അവന്റെ കൈ അനങ്ങിയിട്ടുണ്ടായിരുന്നു, നീ ഇക്കാര്യം മറ്റാരോടും പറയരുതെന്ന് അവളും പറയുന്നു. ശേഷം ജേർണലിസ്റ്റും, ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല, നീ എന്നെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ, നീ ഒന്നും കണ്ട് പേടിക്കണ്ടെന്ന് പറയുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവനൊരു റോബോട്ട് ആണെന്നോ? നിനക്ക് നാംഷിനെ കുറിച്ചുള്ള എല്ലാ സീക്രട്സും അറിയാവുന്ന കാര്യം ആ ഡയറക്ടർ എങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയാൾ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീയും ആ ജോലി ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞതല്ലേ, വീണ്ടും എന്തിനാ ആ ജോലിയിലേക്ക് തിരിച്ചു കയറിയത്? നിനക്ക് അപകടമാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നു. ആ ഒരു റോബോട്ടിന് വേണ്ടിയിട്ടാണോ നീ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതിനവളും, അവൻ വെറും ഒരു റോബോട്ട് അല്ല, അവനൊരു മനുഷ്യനെ പോലെ ഇരിക്കുന്നെന്ന് മാത്രമല്ല, മനുഷ്യനായ എന്നെക്കാളും ബെറ്റർ ആണ് അവൻ. ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് അവനറിയാം. ആർക്കെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനും അറിയാം. അവൻ വളരെ ഓണസ്റ്റും നല്ലൊരു വ്യക്തിയുമാണ്. അത് കേട്ടിട്ട് അവരും, ഇത് ശരിയല്ലല്ലോ, നീ ശരിക്കും ഒരാളുമായി പ്രണയത്തിലായതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. അവളും അത് വിട്ടുകൊടുക്കുന്നില്ല, അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അതിന് ജേർണലിസ്റ്റും, ആര് പറഞ്ഞു? നീ ശരിക്കും ഒരു പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവന് വേണ്ടി ഈ റിസ്ക് എല്ലാം നീ എടുക്കുന്നത്. ആ സമയം റോബോ നാംഷനും ഇവൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ബേബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ റെഡിയാവ്, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവളും അവിടെ നിന്ന് പോകുന്നു. അവളുടെ മുഖം കണ്ടിട്ട് റോബോ നാംഷനും ചോദിക്കുന്നുണ്ട്, നിനക്കിതെന്ത് പറ്റിയെന്ന്. അപ്പോഴാണ് ജേർണലിസ്റ്റ് പറഞ്ഞ കാര്യം അവളും ഓർക്കുന്നത്, ഇവൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞ കാര്യം. റോബോ നാംഷനും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറയേ, നമ്മള് ഇപ്പോൾ ഫ്രണ്ട്സ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവളും, അതെ നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ എന്ന് പറയുന്ന സമയം അവനും വിങ്കി ചെയ്യുന്നു. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നമ്മള് ഫ്രണ്ട്സ് അല്ലേ, നിനക്ക് എന്നോട് ഫ്രണ്ട്സ് ആവാൻ താല്പര്യമില്ലേ എന്ന് പറയുന്നു. അവൾക്ക് ശരിക്കും ഫ്രണ്ട് എന്നതിലുപരി മറ്റെന്തൊക്കെയോ ആണ് റോബോ നാംഷനും. അവളും, നിനക്കെന്തോ എറർ സംഭവിച്ചതാണ്, നമ്മള് ഫ്രണ്ട്സ് തന്നെയാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നു. അവനും, ഞാൻ അസിസ്റ്റന്റിനോടും എന്റെ ഫ്രണ്ട് അവനായി പറയുന്നു, പക്ഷെ അയാൾക്ക് എന്നോട് കൂട്ടുകൂടാൻ താല്പര്യമില്ല. ആ സമയം റോബോ നാംഷിന്റെ കയ്യിലും എന്തോ ഒരു ഡിഫക്റ്റ് വന്നതായി കാണുന്നുണ്ട്. അവനെന്ന് ഇവളെ രക്ഷിക്കാൻ പോയ സമയം ആ കാറ് കൈ വെച്ച് ഇടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കൈക്ക് എന്തോ പ്രശ്നമുണ്ട്, അതത്ര സീരിയസ് ഒന്നുമില്ല, ഞാനിത് നോക്കാനായി അമ്മയോട് പറയാം. ശേഷം ഇവരും ഓഫീസിലേക്ക് എത്തുന്ന സമയം ലേഡിയും അവിടെ ഉണ്ടായിരുന്നു. സോബോങ്ങിനെ കണ്ടിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും റോബോ നാംഷിനോട് അവരും സംസാരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവളും, എന്തു പറ്റി, ഇന്ന് അത്ര പ്രശ്നമില്ലല്ലോ, കഴിഞ്ഞ ദിവസം ഇവളോട് വഴക്കുണ്ടാക്കിട്ട് പോയതാണ്. ശേഷം ഇവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ശേഷം പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞ് ചെയർമാനും അസിസ്റ്റന്റിനോട് വന്ന് പറയുന്നുണ്ട്, എന്തായാലും അവൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം. റോബോ നാംഷനും അക്കാര്യം അസിസ്റ്റന്റിനോടും പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾ കാരണമാണ്, താങ്ക് യു ചേട്ട എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അയാളും, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയുന്നു. അത് കേട്ടിട്ട് സോബോങ്ങും, എന്തു പറ്റി, ചെയർമാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്തോ കുറ്റബോധമുള്ളത് പോലെയാണല്ലോ നിങ്ങൾ പെരുമാറിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് സോബോങ്ങിനോട് മാത്രമായി സംസാരിക്കുന്നു. നീ കാരണമാണ് അവൻ ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടായത്, ചെയർമാനും അവനെ അക്സെപ്റ്റ് ചെയ്യാനായി തുടങ്ങി. എനിക്കൊരു കാര്യം മാത്രമേ നിന്നോട് പറയാനുള്ളൂ, ഞാൻ അവനെ നിനക്ക് വിട്ടു തന്നിരിക്കുകയാണ്, നീ അവനെ കൂടുതലായി പ്രൊട്ടക്ട് ചെയ്യുകയും വേണം എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവളും അതിശയിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇപ്പോൾ എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷെ അതിന് മറുപടി ഒന്നും തന്നെ പറയാതെ അയാളും അവിടെ നിന്ന് പോകുന്നു. ശേഷം ലേഡിയും റോബോ നാംഷിനെ കാണാനായി വരുന്നുണ്ട്. അവന്റെ പ്രസന്റേഷൻ ഒക്കെ കൊള്ളാമായിരുന്നു എന്ന് അവരും അവനോട് പറയുന്നുണ്ട്.
റോബോ നാംഷന് വേണ്ടി താൻ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അവരോട് പറയുന്നുണ്ട്. അതിനാൽ ലേഡിയും നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അക്കാര്യങ്ങളെല്ലാം ചെയ്യാനായി അവനോട് പറയുന്നുണ്ട്. അതിന് റോബോ നാംഷനും അമ്മ ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനവരും എന്നോട് ഇക്കാര്യം പറയാനാണോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അവനും അവന്റെ കൈയുടെ കാര്യം പറയുന്ന സമയം അവർ പെട്ടെന്ന് തന്നെ പറ്റില്ലെന്നാണ് പറയുന്നത്. കാരണം മനുഷ്യനായ നാംഷൻ ഉണർന്നിട്ടുണ്ടെന്ന് ഇപ്പോഴും അവർ ഇവനോട് പറഞ്ഞിട്ടില്ല. ലാബിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ നിന്നെ വിളിച്ചോളാം, അതുവരേക്കും അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം സോബോങ്ങും അവിടേക്ക് വരുന്നുണ്ട്. അവരും അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. റോബോ നാംഷനോടും എന്താണ് അമ്മ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ലാബിൽ ഒരു പ്രശ്നമുണ്ട്, എന്നോട് അത് ഫിക്സ് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് വന്നാ മതി എന്ന് പറയുന്നു. അതിനവളും ഞാനത് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ശേഷം അവളും ഡേവിഡിനെ വിളിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ലാബ് എന്ന് റിപ്പയർ ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അതിനയാളും ഈ ലാബിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മറ്റാരെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവളും ഒരു കാര്യം ഓർക്കുന്നത്. അസിസ്റ്റന്റും ഇവളോട് നാംഷിനെ നോക്കിക്കൊള്ളാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കള്ളമായിരുന്നോ എന്ന് അയാളോടും ചോദിക്കുന്നു. അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അസിസ്റ്റന്റും നാംഷിന്റെ അമ്മയും വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു. ആ സമയം കൊണ്ട് തന്നെ ഡേവിഡും എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയുന്നു. ആ ലേഡിയും അവരുടെ മകനെ CCTVയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോബോങ്ങും അവിടേക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യനായി നാംഷൻ ഉണർന്ന കാര്യം അവനോട് പറയാത്തത്? ഞാൻ അവനോട് ആ കിൽ സ്വിച്ചിന്റെ കാര്യം പറയുമെന്ന് ഓർത്തിട്ടാണോ? നിങ്ങൾക്ക് പേടിയുണ്ടോ അവൻ എവിടെയെങ്കിലും ഓടിപ്പോകുമെന്ന്? ഒരിക്കലും അവന്റെ അമ്മ കാരണം അവൻ ഒരിടത്തേക്കും പോകില്ല. അതിനവരും അവനൊരു മനുഷ്യനാണെന്ന പോലെയാണല്ലോ നീ അവനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിനവളും നിങ്ങളല്ലേ അവനെ ക്രിയേറ്റ് ചെയ്തത്, നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയില്ലേ? അതിനവരും കിൽ സ്വിച്ചിനെ കുറിച്ച് അവനോട് പറയരുത്. അതിനവളും തനിക്ക് അവനോട് ഇക്കാര്യം പറയാൻ ഒരു താല്പര്യവുമില്ല, പക്ഷെ നാംഷൻ ഉണർന്ന കാര്യം അവനെ അറിയിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ കിൽ സ്വിച്ചിന്റെ കാര്യം ഞാൻ തീർച്ചയായിട്ടും അവനോട് പറയുമെന്ന് പറഞ്ഞ് ആ ലേഡിയെ ഭീഷണിപ്പെടുത്തുന്ന സമയം അവരും റോബോ നാംഷനെ വിളിച്ച് മനുഷ്യനായ നാംഷൻ ഉണർന്ന കാര്യം അവനോട് പറയുന്നു. അത് കേട്ടിട്ട് അവളും അവിടെ നിന്ന് പോകുന്നു. അവൾക്കും വളരെയധികം സങ്കടം തോന്നുന്നു അവന്റെ കാര്യം ഓർത്തിട്ട്. ആ സമയം അവനും അവളെ വിളിക്കുന്നുണ്ട്. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവളും വാഷ്റൂമിലാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറ് തുറന്ന് അവനും അവിടേക്ക് എത്തുന്നു. നീ എന്തുകൊണ്ടാ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യനായ നാംഷൻ ഉണരാനായി ശ്രമിക്കുകയാണ്, എന്റെ അമ്മ എന്നോട് പറഞ്ഞല്ലോ. സ്വഭാവം അറിയാത്തതുപോലെ അതെന്തായാലും നല്ല കാര്യമാണല്ലോ. പക്ഷെ അവൻ അവളെ കാണുന്ന സമയം അവളെന്തോ വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ അവനും തോന്നുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവനും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവനും എന്തോ പന്തികേട് തോന്നിയിട്ട് അവളോട് അത് ചോദിക്കുന്ന സമയം അവളും വഴക്കിട്ട് അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. ശേഷം ലേഡി വന്ന് ഡേവിഡിനെ വഴക്ക് പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ടാ സോബോങ്ങിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ അവനോട് ഇതൊന്നും പറയരുതെന്ന്. അതിനയാളും എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ വീണ്ടും റോബോ നാംഷനെ കുറിച്ച് കുറ്റം പറയാനായി ശ്രമിക്കുന്ന സമയം ഡേവിഡും നിനക്ക് അവനെ വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്കൂ, ഞാനും എന്റെ മകനും കൂടി മറ്റെവിടേക്കെങ്കിലും പൊക്കോളാമെന്ന് പറയുന്നു. ശേഷം അയാളും ചെയർമാനെ വിളിച്ച് യഥാർത്ഥ നാംഷൻ ഉണരുകയാണെന്നുള്ള കാര്യം അയാളോട് പറയുന്നു. അതറിഞ്ഞതില് എനിക്ക് സന്തോഷമുണ്ട്. എന്നിരുന്നാലും ആ കിൽ സ്വിച്ചിന്റെ കാര്യം നീയും ഓർക്കണം, ഒരു കാരണവശാലും അവൾ അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് കാലം അതിന്റെ പിന്നാലെയായിരുന്നു, അതൊരിക്കലും നശിപ്പിക്കപ്പെടാനേ പാടില്ല. അത് നീ വേണം നോക്കാനായി. ശേഷം സോബോങ്ങും വീട്ടിൽ നിൽക്കുന്ന സമയം ചെറിയ റോബോട്ടായിട്ടുള്ള മെയ് ബോയെ കാണാനില്ല. അവൾ വീട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. അവളും പുറത്തിറങ്ങി നോക്കുന്ന സമയം അതിനെ ആരോ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അവളും കണ്ടുപിടിക്കുന്നു. അവളും അതിനെടുത്ത് ഞാൻ കരുതി നീയും എന്നെ വിട്ട് പോകുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം മെയ്ബോയിലൂടെ റോബോ നാംഷനും ഒരു മെസ്സേജ് അവൾക്ക് അയക്കുന്നു. ഞാൻ നിന്നോട് സോറി പറയുകയാണ്, നിന്നെ മനസ്സിലാക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവളും തിരിഞ്ഞു നോക്കുന്ന സമയം റോബോ നാംഷനും ഇവളുടെ തൊട്ട് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട്. അവനും ഞാനൊരു മനുഷ്യനായിരുന്നെങ്കിൽ നീ എന്നെ അക്സെപ്റ്റ് ചെയ്തേനെ അല്ലേ എന്ന് ചോദിക്കുന്നു. നീയും എന്നോടത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു റോബോട്ട് ആയിരുന്നില്ലെങ്കിലെന്ന്. യഥാർത്ഥ നാംഷൻ ഉണർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എനിക്ക്? ഞാൻ എന്തായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്? ഞാനൊരു റോബോട്ടല്ലേ, എന്നെ കൊണ്ട് എല്ലാവർക്കും സഹായമായിരിക്കില്ലേ? പക്ഷെ അമ്മയ്ക്ക് മാത്രമായിരിക്കും ഞാനൊരു ഭാരം. അതിനവളും നീ എങ്ങനെ ആർക്കെങ്കിലും ഒരു ഭാരമാകുന്നത്? എനിക്കെന്തായാലും നിന്നെ കൊണ്ട് സഹായമുണ്ട്. അതിനവനും അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം, നീ എന്നെ മനസ്സിലാക്കാറുണ്ട്, എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട, നീ ഒരിടത്തേക്കും പോകാതിരുന്നാൽ മതിയാകും. അവനും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ പോകാനാ, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടല്ലോ എന്ന്. അവളും കിൽ സ്വിച്ചിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചതും. അവനും അവളെ വന്ന് ഹഗ് ചെയ്യുന്നു. എനിക്കറിയാം നിനക്ക് എന്തോ വിഷമമുണ്ടെന്ന്, നിനക്ക് കരയണമെങ്കിൽ ഇത്ര വേണമെങ്കിലും കരഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അവളും കരയുന്നു. ശേഷം അവളും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു. അവനും അവളെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവളാണെങ്കിൽ അതെടുക്കുന്നില്ല. മെയ്ബോയിലൂടെ അവനും മെസ്സേജ് അയക്കുന്നുണ്ട്. നീ നേരത്തെ ഉറങ്ങിയോ? എന്തുകൊണ്ടാ ഞാൻ വിളിച്ചിട്ട് നീ എടുക്കാത്തത്? എനിക്ക് GPS വെച്ച് നിന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, നിനക്ക് ഞാൻ പ്രോമിസ് ചെയ്തതാണ്. എനിക്കറിയാം നീ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്, അതുകൊണ്ടാണ് ഞാനും അവിടേക്ക് വരാത്തത്. നിന്റെ വിഷമമൊക്കെ മാറുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അവനും
രാവിലെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. അവൾ ഇനിയും അവനെ വിളിച്ചിട്ടില്ല. ആ സമയം അസിസ്റ്റന്റും അവിടേക്ക് വരുന്നുണ്ട്. നമുക്ക് പ്രസന്റേഷന്റെ റിഹേഴ്സൽ ഉണ്ട്, വേഗം വരാനായി പറയുന്നു. അവനും എഴുന്നേൽക്കാതിരിക്കുന്ന സമയം അസിസ്റ്റന്റും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അതിനവനും സോബോങ് ഇന്നലെ കരഞ്ഞു, അവൾ പറഞ്ഞത് ഞാൻ കാരണമാണ് അവൾ കരഞ്ഞതെന്നാണ്. അവൾ അവളുടെ ഫോൺ എടുക്കുന്നില്ല, എനിക്ക് അവളെ ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് അസിസ്റ്റന്റും എനിക്ക് തോന്നുന്നത് അവൾക്ക് കുറച്ച് സമയം വേണമെന്നാണ്. അവൾ എന്തായാലും തീർച്ചയായിട്ടും വേഗം തന്നെ നിന്നെ വിളിക്കുന്നതാണ്. ഈ വേഗം തന്നെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും? 24 മണിക്കൂറാണോ അതോ 48 മണിക്കൂറോ? അസിസ്റ്റന്റും അത് കേട്ടിട്ട് കാത്തിരിക്കുന്നതിന് നമുക്ക് അളക്കാനായി സാധിക്കില്ല. അതൊരാള് എപ്പോഴാണ് അവർക്ക് ബെറ്റർ എന്ന് തോന്നി തിരിച്ചു വരുന്നത്, അതാണ് ആ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അവൾ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കണമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം ലേഡിയും ഒരു പ്രസന്റേഷൻ ഉണ്ട്, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, നാംഷിനെ നോക്കിക്കൊള്ളണേ എന്ന് പറയുന്നുണ്ട്. ഡേവിഡും അത് കണ്ടിട്ട് ലാബിൽ പോയിട്ട് ആ കിൽ സ്വിച്ചും തിരയുന്നുണ്ട്. പക്ഷെ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ലോക്കറിൽ കിൽ സ്വിച്ച് ഉണ്ടായിരുന്നില്ല. അവരെവിടെയോ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അയാൾ അവിടേക്ക് തിരയുന്നുണ്ടെങ്കിലും അത് കണ്ടെത്താനായില്ല. ശേഷം ഡയറക്ടറുടെ സെക്രട്ടറിയും ഏന അവളുടെ ഫോൺ ഓൺ ചെയ്തു അവളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടെന്ന് ഡയറക്ടറോടും പറയുന്നുണ്ട്. അയാൾക്കും അത് കേട്ട് സന്തോഷമായി അവിടേക്ക് പോകുന്നുണ്ട്. എനിക്കും അവളുടെ അച്ഛന്റെ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, എനിക്കിപ്പോൾ നീയുള്ള ലൊക്കേഷൻ അറിയാം, എനിക്ക് നീ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാനാകും എന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? നിന്റെ കാറ് അവിടെ ഉണ്ടല്ലോ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അതിനവളും തൊട്ടപ്പുറത്തിരിക്കുന്ന വീട് ആ ലേഡിയുടെ വീടാണ്, ഞാൻ അവരെ കാണാനായി ഇവിടേക്ക് വന്നതാണെന്ന് പറയുന്നു. അതിനയാളും നീ കള്ളം പറയുകയാണ്, നീ ഈ വീട്ടിൽ നിന്ന് വരുന്നത് ഞാനും കണ്ടതാണ്, നീ എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? അവളും എല്ലാം ഒളിച്ചു വെക്കാനായി ശ്രമിക്കുന്നു. അയാളും അകത്തേക്ക് കയറാനായി പോകുന്ന സമയം അവളും അയാളെ പിടിച്ചു വെക്കുന്നു. നീയും എന്നെ തടയാൻ നോക്കിയാൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല, എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയുന്ന സമയം അവളും സത്യം തുറന്നു പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ ഇല്ല, അത് കമ്പനിയിലാണുള്ളത്. അയാളും ചോദിക്കുന്നുണ്ട് അതെന്താണെന്നുള്ള കാര്യം. അവളും ആ റോബോട്ടിന്റെ കാര്യം അയാളോട് പറയുന്നു. ആ സമയം കമ്പനിയിൽ റോബോനാംഷിനെ കാണാൻ ഡേവിഡും എത്തിയിട്ടുണ്ടായിരുന്നു. അയാളും അവനെ അവിടേക്ക് വിളിക്കുന്നു. റോബോനാംഷിനും അസിസ്റ്റന്റിനോട് ചെയർമാനെ വിളിക്കണ്ടേ എന്ന് പറഞ്ഞ് അയാളെ ചെയർമാനെ വിളിക്കാനായി പറഞ്ഞുവിട്ട ശേഷം ഡേവിഡിന്റെ അടുത്തേക്ക് പോകുന്നു. ശേഷം സോബോങ്ങും ലേഡിയെ കാണാനായി കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അവളും അവരോട് ആ കിൽ സ്വിച്ച് മാറ്റാനായി പറയുന്നുണ്ട്. അതിനവരും എന്റെ മകൻ എന്തായാലും എഴുന്നേൽക്കുകയാണ്, ഇങ്ങനെ ഒരു റോബോട്ട് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ആരും അറിയാനായി പാടില്ല, അതുകൊണ്ട് ചിലപ്പോൾ എനിക്കത് ചെയ്തേ മതിയാകൂ. അതിനവളും എനിക്ക് കുറച്ച് നാളുകൊണ്ട് മാത്രമേ അവനെ അറിയാവൂ, ആദ്യമൊക്കെ എനിക്കും അതൊരു തമാശയായി തോന്നിയെങ്കിലും ഇപ്പോൾ എനിക്കത് അങ്ങനെയല്ല, നിങ്ങൾ 20 വർഷം അവന്റെ കൂടെ ജീവിച്ചതാണ്, അവന്റെ അമ്മയാണ് നിങ്ങൾ, എന്നിട്ടും നിങ്ങൾക്കൊന്നും തന്നെ തോന്നുന്നില്ലേ? നിങ്ങൾ ഒരു യഥാർത്ഥ അമ്മയല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷെ ലേഡി ഇതൊന്നും കേൾക്കാനായി കൂട്ടാക്കുന്നില്ല. അത് കാരണം തന്നെ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കി അവളും അവിടെ നിന്ന് പോകുന്നു. ശേഷം നാംഷിനും പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. ആ സമയം ചെയർമാനും അവിടേക്ക് വരുന്നു. അവനും പ്രസന്റേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കണ്ട് ചെയർമാനും സന്തോഷമാകുന്നു. ഇപ്പോഴെങ്കിലും അവനൊരു ഉത്തരവാദിത്തമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആ സമയം സോബോങ്ങും അവിടേക്ക് വരുന്നു. എല്ലാരും അത് കണ്ട് ഷോക്കാകുന്നുണ്ട്. അവളും അവന്റെ അടുത്തേക്ക് വരുന്നു. നീ എന്നോട് ചോദിച്ചില്ലേ നീ എവിടേക്കാണ് അപ്രത്യക്ഷനാകാൻ പോകുന്നതെന്ന്? ഞാൻ നിന്നോട് പറയാം, നീ ഒരിക്കലും ഇവിടെ ഇരിക്കാനായി പാടില്ല, ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം, നീ ഇവിടെ നിന്ന് പോകാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനവനും എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവളും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു, അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നീ നിൽക്കരുത്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുന്നു. ആ സമയം അവിടേക്ക് ഡയറക്ടറും എത്തുന്നുണ്ട്. അയാളും വളരെ സന്തോഷവാനായി എന്തോ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലാണ് അവിടേക്ക് വരുന്നത്. അവനോട് നീ എവിടേക്കെങ്കിലും പോകാനായി പോവുകയാണോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയാളും ചെയർമാനെയും കാണുന്നുണ്ട്. അയാളും നീയും എന്നെ വിഡ്ഢിയാക്കിയല്ലേ? ലേഡിയുടെ അടുത്ത് തിരിഞ്ഞിട്ട് നിങ്ങളാണല്ലേ അവനെ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾക്കും റോബോട്ടിനെ കുറിച്ച് മനസ്സിലായെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും മനസ്സിലാകുന്നു. ആ സമയം സെക്രട്ടറിയും നാംഷിൻ വണ്ണിനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഡയറക്ടറും അവന്റെ മുഖത്ത് നിന്നും ആ സ്കിന്നും മാറ്റുന്നു. അവനൊരു റോബോട്ടാണെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഇതുപോലൊരു സാധനത്തെ ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. നിങ്ങൾ കുട്ടിക്കാലത്തുള്ള നാംഷിനെ ഉണ്ടാക്കിയെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ടുള്ള നാംഷിനെയും നിങ്ങൾ നിർമ്മിച്ച് കാണുമല്ലോ എന്ന് ചോദിക്കുന്നു. അവിടെ ഇരിക്കുന്ന അവൻ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അയാളും അവിടെ ഇരിക്കുന്നത് ഒരു മനുഷ്യനല്ല, പകരം ഒരു റോബോട്ടാണ് എന്ന് എല്ലാവരോടുമായി വിളിച്ചു പറയുന്നുണ്ട്. സോബോങ്ങും അവനോട് അവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. പക്ഷെ അവൻ ഉടനെ തന്നെ അവളുടെ കൈ തട്ടി മാറ്റുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസും അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ആ സമയം എല്ലാവരും അത് കണ്ട് ഷോക്കാകുന്നു. കാരണം അവന്റെ കയ്യിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് റോബോ നാംഷിനല്ല, പകരം മനുഷ്യനായിട്ടുള്ള നാംഷിനാണെന്നുള്ള കാര്യം അവർക്കും മനസ്സിലാകുന്നു. ഡയറക്ടറും ചെയർമാനും അത് കണ്ടിട്ട് ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് സോബോങ്ങിന്റെ അടുത്ത് തിരിഞ്ഞ് നീ എന്താ എന്നോട് പറഞ്ഞത്? നിനക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ? നീ ആരാ നടി? നിന്റെ വിചാരമെന്ന് അവളോട് ചോദിക്കുന്നു. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
എപ്പിസോഡിന്റെ തുടക്കത്തിൽ മനുഷ്യനായ നാംഷനും ഉണരുന്നു. അവൻ നോക്കുമ്പോൾ ഏനയും അടുത്തുണ്ടായിരുന്നു. അവളും അവൻ ഉണർന്നത് കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഇക്കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളും അവൻ ഉണർന്നത് കണ്ട് ഷോക്കാകുന്നു. ഇവൻ നേരത്തെ തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇക്കാര്യം ഇവരും രഹസ്യമാക്കി വെച്ചു. എല്ലാവരും ഇവനെ വന്ന് കാണുന്നതും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും എല്ലാം തന്നെ ഇവനും കേട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മ അവന്റെ അടുത്ത് വന്നിരിക്കുന്നതും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഉണർന്നു നോക്കുന്ന സമയം അവനും മയങ്ങിക്കിടക്കുന്നതായി അഭിനയിക്കുന്നു. അവൻ മറ്റാരും തന്നെ വിശ്വസിക്കുന്നില്ല. ആ സമയമാണ് ലേഡിയും കമ്പനിയിലേക്ക് പോകുന്നതും ഡേവിഡും അവിടെ നിന്ന് എങ്ങോട്ടേക്കോ പോകുന്നത് ഇവരും കാണുന്നത്. നാംഷനും ഇതാണ് പറ്റിയ സമയം, നീ നിന്റെ ഫോൺ ഓൺ ചെയ്യാനായി പറയുന്നു. ഇവൾ ഫോൺ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവളുടെ അച്ഛൻ ഇവളെ ട്രേസ് ചെയ്യാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളും അവളുടെ ലൊക്കേഷൻ തിരിച്ചറിയുന്നു. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അയാൾ അവിടേക്ക് വരുന്ന സമയം ഏനയും നിങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെയില്ല, അത് കമ്പനിയിലാണ് ഉള്ളതെന്ന് പറയുന്നു. അത് റോബോട്ടാണ്, അവൻ മനുഷ്യനായ നാംഷനെ പോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവരും നാംഷൻ 1നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഡേവിഡും റോബോനാംഷനോട് കിൽ സ്വിച്ചിന്റെ കാര്യം പറയാനായി പോയിട്ടുണ്ടെങ്കിലും പക്ഷെ അയാൾ ഒന്നും തന്നെ അവനോട് പറയുന്നില്ല. ആ സമയം റോബോനാംഷനും ഒരു കോള് വരുന്നു. എന്നെയാണ് വിളിക്കുന്നത്. എന്റെ അച്ഛൻ എന്നെ കണ്ടെത്തി, അയാൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് നാംഷനെ ഇവിടെ നിന്ന് മാറ്റണം, നീ ഒന്ന് വേഗം വരുമോ എന്ന് ചോദിക്കുന്നു. ഇക്കാര്യം മറ്റാരോടും പറയരുത്. റോബോനാംഷനും ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയം ഏനയും മനുഷ്യനായ നാംഷനും കൂടി ആ കമ്പനിയിലേക്ക് എത്തുന്നുണ്ട്. അവരും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ശേഷമാണ് അവനും ആ ഗ്ലാസ് കൈകൊണ്ട് പൊട്ടിക്കുന്നതും അവന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് അവിടെ എല്ലാവരും കാണുന്നതും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്നത് മനുഷ്യനായ നാംഷനാണെന്ന് ഇക്കാര്യം അറിയാവുന്ന ആൾക്കാർക്കും മനസ്സിലാകുന്നത്. അവനും സോബോങ്ങിനോട് നിനക്കെന്നെ ഇഷ്ടമാണെന്നോ, നീ ആരെന്നാടി നിന്റെ വിചാരമെന്ന് അവളോട് ചോദിക്കുന്നു. അവളത് കേട്ടിട്ട് ഷോക്കാകുന്നുണ്ട്. അവളും കിൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു റോബോ നാംഷനെ കാണാനായി. അവനും പറയുന്നുണ്ട് നമുക്കെന്തായാലും പ്രസന്റേഷൻ മാറ്റിവെച്ചേ പറ്റൂ, എന്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് നിങ്ങളും കാണുന്നതല്ലേ, എനിക്ക് ശരിക്കും വയ്യ എന്ന് പറഞ്ഞ് അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഇവനും കുറച്ച് നടന്നതിന് ശേഷം അവിടെ വന്ന് ബോധം കെട്ട് വീഴുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് വരുന്നു. സോബോങ്ങും റോബോ നാംഷനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും ഫോൺ എടുക്കുന്നുണ്ട്. നീ ഓക്കെ ആണോ, നീ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിനവനും ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലാണുള്ളത്, ഇവിടെ മനുഷ്യനായ നാംഷനെ കാണാനില്ല. സോബോങ്ങും നീ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, മറ്റാരെയും നീ വിളിക്കാനായി ശ്രമിക്കരുത്, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. നമ്മള് അന്ന് സൈക്ലിങ്ങിന് പോയില്ലേ, അവിടെ നമുക്ക് മീറ്റ് ചെയ്യാം, വേഗം വരാനായി പറയുന്നു. അവനും അത് സമ്മതിക്കുന്നുണ്ട്. ശേഷം ചെയർമാനും ഡേവിഡിനോട് ദേഷ്യപ്പെടുന്നു. ആ റോബോ നാംഷൻ എവിടെയാണ്, ആ കോമയിൽ കിടന്നവൻ ഇപ്പോൾ ദേ ഈ ഓഫീസിലുണ്ടായിരുന്നു, അവൻ എന്തുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് വന്നത്? അത് കേട്ടിട്ട് ഡേവിഡും ഷോക്കാകുന്നു. റോബോ നാംഷനെയും അയാൾ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ എടുക്കുന്നില്ല. കാരണം സോബോങ് അവനോട് പ്രത്യേകം പറഞ്ഞതാണ്. അവളും അവനെ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവനും അവിടേക്ക് വരുന്നു. ഞാൻ വിചാരിച്ചു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ് അവനെയും ഹഗ് ചെയ്യുന്നു. നീ ഒരിടത്തേക്കും പോകരുതെന്ന് പറഞ്ഞ് കരയുന്നു. ശേഷം മനുഷ്യനായ നാംഷനെ കാണിക്കുകയാണ്. രണ്ട് നാംഷൻ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യനായ നാംഷനെ നമുക്ക് ഷിൻ എന്നും റോബോട്ടായ നാംഷനെ നമുക്ക് റോബോ നാംഷൻ എന്നും വിളിക്കാം. ഷിന്നും ഇപ്പോൾ അബോധാവസ്ഥയിലാണ്. ലേഡിയും എനയെ വഴക്ക് പറയുന്നു. അവൻ ഉണർന്നെന്ന് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, നീ അവനെ കൊല്ലാനാണ് നോക്കുന്നത്, അവൻ ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ, നീ അവൻ എന്തിനാ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ പറയുന്നു. ഡോക്ടറും അവർ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട്. അവൻ ഇപ്പോൾ ബോധം വന്നിട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത് നഷ്ടപ്പെടാം, അവർ പറഞ്ഞതുപോലെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതൊക്കെ കേട്ട് അസിസ്റ്റന്റും അവിടേക്ക് വന്ന് എല്ലാവരോടും നിർത്താനായി പറയുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞല്ലോ. ഷിൻ എന്തായാലും എഴുന്നേറ്റു, അത് തന്നെയാണ് സന്തോഷിക്കേണ്ട കാര്യവും. അവളും ഷിന്ന് ഇന്ന് കമ്പനിയിലേക്ക് വന്ന കാര്യം റോബോ നാംഷനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇമിറ്റേറ്റ് ചെയ്തതുപോലെ തന്നെയാണോ അവനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനവളും നിന്നെ പോലെയൊന്നും അല്ല, അവൻ വളരെ വ്യത്യാസമുള്ളതാണ്. ഷിന്നിനെ കുറിച്ച് കൂടുതലായി അവനും ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്കും ദേഷ്യം വരുന്നു. ആ സമയം അസിസ്റ്റന്റും അവനെ വിളിക്കുന്നുണ്ട്. സോബോങ്ങാണ് ഫോൺ എടുക്കുന്നത്. എനെയാണ് തെറ്റ് ചെയ്തത്, അവൾ പെട്ടെന്ന് നാംഷൻ അവിടേക്ക് വരണമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കണം, ഹോസ്പിറ്റലിലേക്ക് പോയി അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടെന്ന് പോലെ ആക്ട് ചെയ്യാനായി പറയുന്നു. അതിനവളും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് കേട്ടിട്ട് അസിസ്റ്റന്റും നീ അവന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളും ഇവൻ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവൻ എന്തായിരിക്കും നിങ്ങൾ ചെയ്യാനായിട്ട് പോവുക, എനിക്കത് ഓർത്തിട്ട് പേടിയുണ്ട്. ആ ലേഡിയും ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാനായി അവരും പറയുന്നു. പെട്ടെന്ന് തന്നെ ഡേവിഡും ആ ഫോൺ പിടിച്ച് വാങ്ങിച്ച് സോബോങ്ങിനോട് നീ അവനെ അവിടേക്ക് കൊണ്ടുവരൂ, അവനൊന്നും തന്നെ വരാതെ ഞാൻ നോക്കിക്കൊള്ളാം, എന്നെ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവളും സമ്മതിക്കുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് പറയുന്നു. ശേഷം ആ ലേഡിയോട് നീ കിൽ സ്വിച്ച് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ തന്നെ എനിക്കിവിടെ കൊണ്ടുതരണം, നീ ശരിക്കും അത് ആക്ടിവേറ്റ് ചെയ്യാനായി പോവുകയാണോ, എനിക്ക് തന്നേക്ക്, ഞാനിത് നോക്കിക്കൊള്ളാം. അതിനവരും ഞാനൊരു ചീത്ത അമ്മയാണ്, എനിക്കറിയാം അവൻ നിങ്ങൾക്ക് എത്രമാത്രം സ്പെഷ്യൽ ആണെന്ന്, പക്ഷെ എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല. അത് കേട്ടിട്ട് ഡേവിഡിനും ദേഷ്യം വരുന്നു. അവരോട് വഴക്ക് കൂടിയിട്ട് പോകുന്നു. ശേഷം റോബോനാംഷനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അവനും ഒരു കാര്യം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് സോബോങ് അവനോട് സംസാരിച്ചതിനെ പറ്റി. അത് കണ്ടിട്ട് സോബോങ്ങും അവിടേക്ക് വരുന്നു. നീ എന്താ
അനങ്ങാതെ നിൽക്കുന്നത്? നീ എന്തെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അവനും അത് ടിവിയിൽ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടിട്ട് അവളും ഷോക്കായിട്ട് ടിവിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അത് ഓഫ് ആക്കാനായി പറയുന്നു. റോബോനാംശനും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരഞ്ഞത്? മനുഷ്യന്മാര് സന്തോഷം വരുമ്പോഴും കരയും. നിന്റെ ഫ്രണ്ട് കാണാതായിട്ട് പിന്നീട് എന്നെ കണ്ടതുകൊണ്ടാണോ നീ കരഞ്ഞത്? അതിനവളും, നീ എന്റെ ഫ്രണ്ട് അല്ല. അത് കേട്ടിട്ട് അവനും, എന്ത് പറ്റി? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്റെ കൂടെ കൂട്ടുകൂടാൻ നിനക്ക് താല്പര്യമില്ലേ? അല്ല, അതിന്റെ കാരണം എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടമാണ്. അതൊരു ഫ്രണ്ട് ആയിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ്. അതിനവനും, ഞാൻ മനുഷ്യനല്ലല്ലോ. സ്വബോങ്ങും, ഇവിടെയുള്ള മനുഷ്യന്മാരെക്കാളും കൂടുതൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ എന്റെ കൈ പിടിച്ചു നോക്കാനായി പറയുന്നു. അവൾ പറയുന്നത് സത്യമാണെന്നുള്ളത് റോബോനാംശനും മനസ്സിലാകുന്നുണ്ട്. ഈ ഇഷ്ടമെന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാര് പറയുന്ന പ്രണയമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അറിയാനായി സാധിക്കുക? അവളും, അതിനെ അളക്കാനേ കഴിയില്ല. അത് നമുക്ക് ഫീൽ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. എപ്പോഴും നിന്നെ കാണണമെന്ന് തോന്നുന്നുണ്ട്, നിന്റെ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്. അവനും അവളെ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. എനിക്കും അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നറിയാനായിട്ടാണ് ഞാനും ശ്രമിക്കുന്നത്. അവളും, നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട്, എനിക്കൊന്നും തന്നെ ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല. അവളും അവളുടെ അമ്മ കൊടുത്ത മാല അവൻ ഇട്ടു കൊടുക്കുന്നു. അത് കണ്ടിട്ട് അവനും, ഇത് നിന്റെ അമ്മയുടേതല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതിനവളും, ഇതെന്റെ അമ്മ തന്നെയാണ് എനിക്ക് തന്നത്. എന്റെ അമ്മ എനിക്ക് തന്ന സ്നേഹം മുഴുവൻ ഇതിനകത്തുണ്ട്. അന്ന് ഞാനും വിചാരിച്ചൊരു കാര്യം, എന്നാണോ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത്, അയാൾക്ക് ഈ മാല കൊടുക്കാമെന്നാണ്. അവനും അത് കണ്ടിട്ട് സന്തോഷമാകുന്നുണ്ട്. ആ സമയം ഡേവിഡും അവിടേക്ക് വരുന്നു. അയാളും സോബോങ്ങിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അയാളും പറയുന്നുണ്ട്, ഷിന്നിന് വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഉടനെയൊന്നും ആ കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യില്ല. അത് കേട്ടിട്ട് അവളും, ആ ലേഡിക്ക് അവനോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ലേ? അവൻ ഇവിടെ നിന്ന് ദൂരെ പോയാൽ ആ കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാനായി സാധിക്കുമോ? അതിനയാളും, അവൻ എവിടെയായിരുന്നു കഴിഞ്ഞാലും അത് ആക്ടിവേറ്റ് ചെയ്യാനായി കഴിയും. അവളും, അത് തകർത്തു കഴിഞ്ഞാലോ? അത് തകർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്ടിവേറ്റ് ആകും. അവളും, ഇനി മറ്റൊരു മാർഗവും ഇല്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയാളും ഇല്ലെന്നാണ് പറയുന്നത്. ശേഷം ഇവിടെ ഷിന്നും ഉണരുന്നു. അത് കണ്ടിട്ട് ആ ലേഡിയും അവന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അസിസ്റ്റന്റും ഏനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവനും അവന്റെ അമ്മയെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അവരും അവന്റെ മുഖത്ത് തൊടാനായി വരുന്ന സമയം അവനും തിരിഞ്ഞു കിടക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്കിഷ്ടമല്ലേ? അതിനവനും, എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്നെ എന്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷെ എനിക്ക് നിങ്ങളെ കാണാനായി സാധിച്ചില്ലല്ലോ. എന്നാലും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ആ സാധനത്തെ നിങ്ങളുടെ മകനായി അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? റോബോട്ടിനെയാണ് അവനും ഉദ്ദേശിച്ചത്. അതിനവരും, നിന്നെ ഓർത്തിട്ടാണ് ഞാൻ അവനെ നിർമ്മിച്ചത്. ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് നിനക്കൊരു സഹായമാകുമെന്ന് കരുതിയാണ്. അവനും വലിയ രീതിയിലൊന്നും അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അത് കണ്ടിട്ട് അവരും അവിടെ നിന്ന് പോകുന്നു. ശേഷം അസിസ്റ്റന്റും അവനെ കാണാനായി എത്തുന്നുണ്ട്. നീ ഇപ്പോൾ ഓക്കെ ആണെന്ന് അവനും ചോദിക്കുന്നു. നീ എഴുന്നേറ്റ കാര്യം എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഞാനും കണ്ടെത്താം. അതിനു മുമ്പ് എന്നെ പോലിരിക്കുന്ന ആ സാധനത്തിനെ എനിക്ക് നാളെ ഒന്ന് കാണണം. അത് കേട്ടിട്ട് അസിസ്റ്റന്റും, നീ ഒന്നുകൂടി ബെറ്റർ ആയിക്കോട്ടെ, അതിനുശേഷം ഞങ്ങൾ അവനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഷിന്നും അതെന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റും, അവനെ കാണുമ്പോൾ ചിലപ്പോൾ നിനക്കും വിയേർഡായിട്ട് തോന്നും. നിന്നെ പോലെ തന്നെയാണ് അവനും ഇരിക്കുന്നത്. ശേഷം സോബോങ്ങും റോബോനാംശിനെ കാണാനായി പോയിട്ടുണ്ടായിരുന്നു. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അതിനവനും അതെ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊന്നും ചോദിക്കാതെ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ബാറ്ററിയും അവൾ ഊരിയെടുക്കുന്നുണ്ട്. അവളും അവനെ ഹഗ് ചെയ്യുന്നു. അവൾക്കും ഒരുപാട് വിഷമമുണ്ട്. എന്നിട്ട് അവന്റെ അടുത്തുള്ള എല്ലാ ബാറ്ററീസും കൊണ്ട് അവൾ ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു. അത് കണ്ടിട്ട് ആ ലേഡിയും അവന്റെ കയ്യിലുള്ള വാച്ചും നീ അഴിച്ചു വെച്ചോ എന്ന് ചോദിക്കുന്നു. അവളും അതെ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവരും ഷോക്കായിട്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതവനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയുമ്പോൾ അവളും, അങ്ങനെയാണെങ്കിൽ കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നതോ? അതും അവനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യം മാത്രമല്ല, അവനെ മൊത്തത്തിൽ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, അവന്റെ കയ്യിലുള്ള ആ വാച്ച് ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാനായി കഴിയില്ല. അത് കേട്ടിട്ട് ലേഡിയും, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമൊക്കെ അവരതിന് തയ്യാറാകുന്നില്ലെങ്കിലും സോബോങ്ങും പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണോ ആ കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത് അന്നേരം നിങ്ങൾ ഒരു കൊലപാതകയായിരിക്കും. നിങ്ങൾ ആ റോബോനാംശിനെ മാത്രമല്ല കൊല്ലുന്നത്, പകരം എന്നെയും കൂടെ ആയിരിക്കും കൊല്ലുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തോളൂ. എന്തിനും ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. എന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളാണ് അവൻ. എന്നെ എപ്പോൾ വേണമെങ്കിലും സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവൻ എനിക്കും വാക്ക് തന്നിട്ടുള്ളതാണ്. എനിക്കും അതുപോലെ തന്നെ ആ വാക്ക് പാലിക്കണം. അതൊക്കെ കേൾക്കുന്ന സമയം അവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നീ ഒരു വാക്ക് തരണം, അവൻ എന്ത് ചെയ്താലും അതിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ നിനക്കായിരിക്കും. അവളും അതിന് സമ്മതിക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട് അതത്ര ഈസി ടാസ്ക് ഒന്നുമല്ല എന്നുള്ളത്. പക്ഷെ അവളും, ഒരു കുഴപ്പവുമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന സമയം ആ കിൽ സ്വിച്ച് അവൾക്ക് കൊടുക്കുന്നു. ആ സമയം ഇവരിവിടെ സംസാരിക്കുന്നത് കേട്ട ഷിന്നും ഇവളെ കാണണമെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അവളും അവനെ കാണാനായി പോകുന്നു. നിന്നെയല്ലേ ഞാൻ എയർപോർട്ടിൽ വെച്ച് അടിച്ചത്? എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തരണം. എന്നെ പോലെ ഇരിക്കുന്ന ആ റോബോട്ടിനെ നാളെ തന്നെ നീ ഇവിടെ കൊണ്ടുവരണം. ഞാൻ അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാൾ അത് കേൾക്കുന്നില്ല. ലേഡിയും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവനെ കാണുന്നതെന്ന്. പക്ഷെ അവനാണെങ്കിൽ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവനും അസിസ്റ്റന്റിനോട് ചോദിക്കുന്നതിനേക്കാളും നിന്നോട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. നീ പറയുന്നത് മാത്രമല്ലേ അവൻ കേൾക്കുകയുള്ളൂ. നീ എന്തിനെപ്പോൾ ഒറ്റയ്ക്ക് വന്നത്? എന്തുകൊണ്ടാ ആ സാധനത്തെയും കൂടെ കൊണ്ടുവരാത്തത്? എന്താ ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ലേഡിയും അങ്ങനെ രഹസ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സോബോങ്ങിനോട് നീ കുറച്ചു സമയത്തേക്ക് അവനെ ഇവിടെ കൊണ്ടുവന്നേക്ക് എന്ന് പറയുന്നു. ഡേവിഡും അവളെ വിളിക്കുന്നുണ്ട്. സോബോങ്ങും കൊണ്ടുവരാനായി പറയുന്ന സമയം അയാളും അതുപോലെ ചെയ്യുന്നു. ശേഷം റോബോനാംശനും ഷിന്നിനെ കാണാനായി വരുന്നുണ്ട്. ഷിന്നും അവനെ കണ്ടിട്ട് ഷോക്കാകുന്നു. റോബോനാംശനാണെങ്കിൽ ക്യൂരിയോസിറ്റിയും. രണ്ടുപേരും പരസ്പരം നോക്കി അതിശയിച്ചു നിൽക്കുന്നു. ഷിന്നും അവനോട് തിരിഞ്ഞു നിൽക്കാനായി പറയുന്ന സമയം അവനും അതുപോലെ ചെയ്യുന്നു. ചിരിക്കാനായി പറയുമ്പോൾ അവനും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്നെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനായി പറയുമ്പോൾ റോബോനാംശനും അതുപോലെ തന്നെ ചെയ്യുന്നു. അത് കണ്ടിട്ട് അവനും ചിരി വരുന്നുണ്ട്. റോബോനാംശനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എന്നിലുണ്ട്, അതുകൊണ്ട് വളരെ നന്നായി എനിക്ക് നിങ്ങളെ അറിയാം. അത് കേട്ടിട്ട് ഷിന്നും, പക്ഷെ എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. റോബോനാംശനും എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. അതിനവനും ആദ്യം നീ ഒരു റോബോട്ടാണെന്ന് തെളിയിക്ക്, പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. അതിനവനും എന്നിലും കുറച്ച് വ്യത്യാസമുണ്ട്, തൊട്ട് നോക്കുന്നു എന്ന് പറഞ്ഞ് അവന് കൈ കൊടുക്കുന്ന സമയം അവനും ആ കൈ തട്ടി മാറ്റുന്നു. റോബോനാംശനും അങ്ങനെയാണെങ്കിൽ മറ്റൊരു രീതിയിൽ ഞാൻ റോബോട്ടാണെന്ന് പ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് അവന്റെ മെമ്മറീസിലുള്ള കാര്യം ലാപ്ടോപ്പിലും കൊടുക്കുന്നു. അത് കണ്ടിട്ട് ഷിന്നും, നിന്റെ മെമ്മറീസിലുള്ളതാണോ നീ കാണിക്കുന്നത്? റോബോനാംശനും അമ്മയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും എന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടിട്ട് ഷിന്നും, നിന്നെ കണ്ടിട്ട് അവരും നിന്നെ നോക്കി ചിരിക്കുകയാണല്ലോ. അതിന് അവനും നിങ്ങളെ നോക്കി കരയുന്നതും എന്റെ മെമ്മറീസിലുണ്ടെന്ന് പറഞ്ഞ് ആ വിഷ്വൽസ് കാണിച്ചു കൊടുക്കാനായി ശ്രമിക്കുന്ന സമയം അവനും അത് മതിയാക്കാനായി പറയുന്നു. അവനും ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കുകയാണെന്ന് റോബോനാംശനും മനസ്സിലാകുന്നു. ഞാനൊരു റോബോട്ടാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അത് കേട്ടിട്ട് അവനും, അങ്ങനെയാണെങ്കിൽ നീ ഇനിയും എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് റോബോനാംശനും ചോദിക്കുമ്പോൾ ഷിന്നും, ഞാനത് ആലോചിച്ചിട്ട് പറയാം, നീ എന്തായാലും എന്നെ സഹായിക്കില്ലേ? അതിനവനും, ഞാൻ എന്ത് വന്നാലും നിങ്ങളെ സഹായിക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ശേഷം സോബോങ്ങും അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അവൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അതിനവനും, അവനെ ഞാൻ ഇനിയും സഹായിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു. അവളും, നീ നിന്റെ അമ്മയെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനും, ഞാൻ കണ്ടില്ല, എന്നെ ഇപ്പോൾ അമ്മയ്ക്ക് കാണണ്ടായിരിക്കും എന്ന് പറയുന്നു. ശേഷം സോബോങ്ങും കിൽസ് വെച്ച് ഡേവിഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളും അതും കൊണ്ട് ചെയർമാന്റെ അടുത്തേക്ക് വരുന്നു. എന്തായാലും ഇവിടെ ഇത് സേഫ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ശേഷം അവളും റോബോനാംശനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഇവൻ ഇവിടെ ഉണ്ടാകും. അവളുടെ അച്ഛനും, സോബോങ് കാരണമാണോ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും അതെ എന്ന് പറയുന്നു. എനിക്ക് അവളെ കുറിച്ച് കൂടുതലായിട്ടും അറിയണം. ആ സമയം ജേർണലിസ്റ്റ് ഫ്രണ്ടും അവനെ ഒളിഞ്ഞും തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവനും, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാമെന്നുള്ള കാര്യം, ഇങ്ങനെ എന്നെ നോക്കണ്ട, നേരിട്ട് എന്നോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അവളും അവനെ തൊട്ടൊക്കെ നോക്കുന്നു. ശേഷം രാത്രിയാകുമ്പോൾ സോബോങ്ങും പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകൂ, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കാനായി പറയുന്നു. അവനും അവളോട് പറയുന്നുണ്ട്, ഞാനും ഷിന്നിനെ കുറിച്ച് ഓർക്കുകയാണ്. അവൻ എഴുന്നേറ്റിട്ടും അത്രയ്ക്ക് സന്തോഷവാനൊന്നുമല്ല. അവൻ എന്നെ നോക്കി ചിരിച്ചത് പോലുമില്ല. അമ്മയെക്കുറിച്ചും വളരെയധികം ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അവളും, അവൻ നിന്നെ പോലെയല്ല, വളരെ വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ശേഷം അവനും ഉറങ്ങിക്കിടക്കുന്ന സമയം അവളുടെ അച്ഛനും അവന്റെ അടുത്തേക്ക് വരുന്നു. ഒരു കൊട്ടാരത്തിൽ ജനിച്ചവനാണ്, ഇപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ വന്ന് കിടക്കേണ്ടതായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നത് അവന് സോബോങ്ങിനെ വളരെ ഇഷ്ടമാണെന്നാണ്. എന്തായാലും വളരെ തണുപ്പാണല്ലോ എന്ന് പറഞ്ഞ് അവനും കട്ടിയുള്ള ബെഡ്ഷീറ്റ് മൂടിക്കൊടുക്കുന്നു. ആ സമയമാണ് അവന്റെ കയ്യിലും വാച്ച് കിടക്കുന്നത് അയാളും ശ്രദ്ധിക്കുന്നത്. ശേഷം രാവിലാകുന്ന സമയം എന്തോ ബഹളം കേട്ടാണ് സോബോങ്ങും ഉണരുന്നത്. ഇവളും വന്ന് നോക്കുന്ന സമയം അവരെല്ലാവരും റോബോനാംശന് CPR ഒക്കെ കൊടുക്കുന്നു. അവൻ എഴുന്നേൽക്കുന്നില്ല, ശ്വസിക്കുന്നുമില്ല, അനങ്ങുന്ന പോലുമില്ല. ഇവരും വിചാരിക്കുന്നത് അവൻ മരിച്ചു എന്നാണ്. അത് കണ്ടിട്ട് ഇവരും പേടിക്കുന്നു. സോബോങ്ങും അവിടേക്ക് വരുന്നുണ്ട്. ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവളെ നോക്കുന്ന സമയം അവന്റെ കയ്യിലും ആ വാച്ച് ഉണ്ടായിരുന്നില്ല. അവളും അവന്റെ വാച്ച് ആരാ എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അവളുടെ അച്ഛനും, ഞാനാണ് എടുത്ത് മാറ്റിയത്, അവൻ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആകുമെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് മാറ്റിയത്. അയാളും ആംബുലൻസ് വിളിക്കാനായി അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവളും അതിന് സമ്മതിക്കുന്നില്ല. ആ സമയമാണ് ജേർണലിസ്റ്റ് ഫ്രണ്ടും ആ വാച്ച് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നത്. അവളും അവരോട് എല്ലാവരോടും അവിടെ നിന്ന് പോകാനായി പറയുന്നു. പക്ഷെ ജേർണലിസ്റ്റ് ഫ്രണ്ട് അവളുടെ അച്ഛനെ അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരും അവിടെ നിന്ന് പോകുന്നു. അവളും വാച്ച് ഇട്ട് കൊടുക്കുന്ന സമയം അവനും ഓൺ ആകുന്നുണ്ട്. ഇത് കണ്ടിട്ട് അയാളും പേടിക്കുന്നു. ഞാൻ ആൻഡ്രോയിഡ് AI റോബോട്ട് നാംഷൻ 3 ആണെന്ന് പറയുന്നു. റോബോട്ടോ എന്ന് പറഞ്ഞ് അയാളും ബോധം കെട്ട് വീഴുന്നു. ശേഷം റോബോനാംശനെയും ഷിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഒറിജിനലാണ് സംസാരിക്കുന്നത്, എന്നോട് നീ സഹായിക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങോട്ടേക്ക് വരാനായി പറയുന്നു. ശേഷം റോബോനാംശനും അവന്റെ അമ്മയെ കാണാനായി എത്തുന്നുണ്ട്. ലേഡിയും ചോദിക്കുന്നുണ്ട്, നീ എന്തിനെന്നെ കാണണമെന്ന് പറഞ്ഞത്? അവനും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മനുഷ്യനായ നാംശൻ
നാംഷൻ റിക്കവർ ആയ ശേഷം എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുമോ? അതിനവരും നമ്മളിക്കാര്യം ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നിൽക്കാൻ കഴിയില്ല. അവനും എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹം. ആ ലേഡിയും നിനക്ക് ഇതൊക്കെയാണ് എന്നോട് പറയാനുള്ളതെങ്കിൽ നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ശരിക്കും റോബോ നാംഷൻ ഇതൊന്നും ചോദിക്കുന്നതല്ല, പകരം മനുഷ്യനായ നാംഷൻ ഇവനെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണ്. അവനും ഇവന്റെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും ചെവിയിൽ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി മനുഷ്യനായ നാംഷനും നീ ചോദിക്കണം, മനുഷ്യനായ നാംഷന് മാത്രമാണോ അവർക്കിഷ്ടം? നീ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും തന്നെ അല്ല എന്ന് ചോദിക്കാനായി പറയുന്നു. അവനും അതുപോലെ ചോദിക്കുന്നുണ്ട്. അവരും അത് കേട്ട് ഷോക്കാകുന്നുണ്ട്. ഷിന്നും എന്തായാലും അവർ സത്യം പറയാതിരിക്കില്ല. എന്നെയല്ല, പകരം റോബോട്ടായിട്ടുള്ള നിന്നെ ആയിരിക്കും അവർക്കിഷ്ടം. ആ ലേഡിയും മറുപടി കൊടുക്കുന്നു. നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇതുകൊണ്ടാണ് നിന്നെ നിർമ്മിച്ചതില് എനിക്ക് ദുഃഖമുണ്ട്. നിനക്ക് എന്താണ് യഥാർത്ഥ കാരണമെന്ന് അറിയണ്ടേ? ഞാൻ നിന്നെ ഓരോ സമയം നോക്കുമ്പോൾ എനിക്ക് എന്റെ മകനെ മാത്രമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വരില്ല. നീ ഇവിടെ നിന്ന് പോകണം. പിന്നെ ഇവിടേക്ക് ഒരിക്കലും തിരിച്ചു വരരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ മരിക്കുമെന്ന് പറയുന്നു. ഇക്കാര്യം മനുഷ്യനായി നാംഷനും കേൾക്കുന്നുണ്ട്. ശരിക്കും അവൻ കുഞ്ഞിലെ അമ്മയോട് പറഞ്ഞ വാക്കുകളാണിത്. അത് കേട്ടിട്ട് ഇവനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അവർക്ക് റോബോട്ടായ നാംഷനെയും ഇഷ്ടമാണ് എന്നുള്ള കാര്യം. ലേഡിയും നീ ഇതുപോലെയൊന്നും ഇനി ഇങ്ങോട്ട് സംസാരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ സോബോങ്ങിന്റെ അടുത്തേക്ക് പോകണം. അതിന് റോബോ നാംഷനും എനിക്ക് മനസ്സിലായി, നിങ്ങളെല്ലാം കള്ളമാണ് പറഞ്ഞത്. 20 വർഷമായി ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ എക്സ്പ്രഷനും എല്ലാം തന്നെ എനിക്കറിയാം. ഇപ്പോൾ ഈ ചെയ്ത ഇമോഷൻസ് എല്ലാം ഫേക്ക് ആണ്. ശരിക്കുമുള്ള നിങ്ങളായിരുന്നില്ല. മനുഷ്യന്മാർക്ക് രക്തബന്ധമാണ് വലുതെന്ന് എനിക്കറിയാം. മനുഷ്യനായ നാംഷനായിരിക്കും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് എന്നോട് കുറ്റബോധമൊന്നും വേണ്ട. ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുണ്ട്. എന്നെ ക്രിയേറ്റ് ചെയ്തതിന്, എന്നെ നോക്കി വളർത്തിയതിന് എന്നും ഞാനത് ഓർക്കുമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവർക്കും വിഷമമാകുന്നു. അത് കേട്ടിട്ട് അവരും അവനെ വിളിക്കുന്നുണ്ട്. നീ എന്നെക്കാളും വളരെ വലിയവനാണ്. അതുകൊണ്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനേക്കാളും സോബോങ്ങിനെ സംരക്ഷിക്കണം. എനിക്ക് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി എന്ന് അവനോടും പറയുന്നുണ്ട്. ശരിക്കും ഇവർക്ക് ഇവനെയും ഇഷ്ടമാണ്. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. അവനും അവിടെ നിന്ന് പോകുന്നു. അവനും അമ്മയെ നോക്കുന്നുണ്ട്. അവരും കരയുകയാണ്. അവനും ഉടനെ തന്നെ സോബോങ്ങിനെ വിളിക്കുന്നു. പക്ഷെ കിട്ടുന്നില്ല. അവളാണെങ്കിൽ അവനെ കാണാതെ അന്വേഷിച്ച് ഷിന്നിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അവൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവനും എനയോട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായി പറയുന്നു. അവനാണെങ്കിൽ ഇവളെ പ്രൊവോക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമോ? എന്നോട് നീ അന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതേ കാര്യം തന്നെ ആ സാധനത്തിനോട് നീ പറഞ്ഞോ എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ട് അവൾക്കും ദേഷ്യം വരുന്നുണ്ട്. അവളും റോബോ നാംഷനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയം ഷിന്നിനും അത് കേട്ട് ദേഷ്യം വരുന്നു. അവനും അവളുടെ കൈ പിടിച്ചു വെക്കാനായി ശ്രമിക്കുന്ന സമയം റോബോ നാംഷനും ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് സോബോങ്ങിനെ പിടിച്ചു മാറ്റുന്നു. ഇത് കണ്ടിട്ട് അവനും ഷോക്കാകുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. റോബോ നാംഷനും സോബോങ്ങിനോട് ഞാൻ നിന്നെ അവനിൽ നിന്നും സംരക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.